ഞാൻ കോലായിലിരിക്കയായിരുന്നു. വൈദ്യുതി പോയി. ദിക്കു മുഴുവൻ കൂരിരുട്ട്. കാഴ്ചപ്പെട്ടികൾ, ഒലിപ്പെരുക്കുകൾ ഊമകളായി. മൗനം കീറുന്ന സീവീടുകളുടെ പഴയ പാട്ട് കാതിലും കണ്ണിലും മെയ്യിലും ഇരുട്ട് ഉരുമുന്നു. പിന്നെ കൺപിന്നിൽ മരങ്ങൾ, ചില്ലകൾ, ഇലകൾ തെളിഞ്ഞു വരുന്നു. വെട്ടുവഴി, പള്ളിക്കൂടം തെളിഞ്ഞു വരുന്നു. കൊച്ചി സീമയിൽ തലപ്പിള്ളി താലൂക്കിൻ്റെ വക്കത്താണ് ആറ്റൂർ. 3 നാഴിക നടന്നാൽ ഭാരതപ്പുഴ, പിന്നെ ബ്രിട്ടീഷ് മലബാറായി. അന്തിമാളൻ്റെ തട്ടകത്തിലാണ് ദൈവിക മാപ്പിൽ. അഞ്ചലാപ്പീസ്, പള്ളിക്കൂടം, കള്ളുഷാപ്പ്, ഇറച്ചിക്കട ഒന്നും ഞങ്ങളുടെ നാട്ടിലില്ല. ആലുകളാണ് ദേശത്തെ വലിയ മരങ്ങൾ. 4 ദിക്കിലുമുണ്ട്. ഒരു വലിയ ആലായിരുന്നു എൻ്റെ വീട്ടിൻ്റെ വഴിയടയാളം. വെട്ടുവഴിക്ക് വേണ്ടി അത് വെട്ടി. പാടത്തിൻ്റെ വക്കത്താണ് എൻ്റെ വീട്. മുകളിലെ മുറിയിലിരുന്ന് നോക്കിയാൽ വേലിക്കപ്പുറത്ത് ഇളം പച്ചപ്പാടം, അതിനു നടുക്ക് ഒലിച്ചുകൊണ്ടിരിക്കുന്ന തോട്, വെള്ളത്തിൻ്റെ നേർത്ത ഒലി, പിന്നിൽ പച്ചമല, പവിഴമല. ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഇവിടെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വരവൊന്നുമില്ലെങ്കിലും അതിങ്ങനെ ഒരു നോസ്റ്റാൾജിയ പോലെ, എന്നിട്ട് അത് കളയണം എന്നാണ് ഇപ്പം എൻ്റെ മോഹം. സ്കൂള് എവിടെ? ഇവിടുത്തെ സ്കൂളാണോ പഠിക്കണേ? ഞാൻ ഇവിടെ 7 വരെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് SMT ചാലക്കര. ചാലക്കര. ഈ കുട്ടിയൊക്കെ എവിടെയാ പഠിക്കണേ? അലറി ആണ്. അതിനാണ് നിങ്ങൾ കുങ്കുമം എന്നാ പറഞ്ഞത് അല്ലേ? കുങ്കുമം ഇവിടെ അലറിപ്പൂ എന്നാ പറഞ്ഞിരുന്നത്. അലരി പൂത്തു കാവുകളിൽ. അലരി എന്നാണ്, എല്ലാവരും അലറി എന്നാണ് ഇവിടെ. എൻ്റെ കുട്ടിക്കാലത്ത് താർക്കികനും സഹപാഠിയുമായിരുന്ന മുത്തച്ഛനുമായി വെടി പറയുന്ന ആറ്റൂർ കൃഷ്ണപിഷാരടിയെ കണ്ടിട്ടുള്ളത് ഞാൻ നല്ലവണ്ണം ഓർക്കുന്നു. ശാകുന്തളത്തെപ്പറ്റിയും ആശാൻ, വള്ളത്തോൾ തുടങ്ങിയവരെ പറ്റിയും അവർ പറയുന്നത് ചിലത് എൻ്റെ കാതിൽ വീഴാറുണ്ട്. അക്കാലത്തെ മലയാളത്തിലുള്ള മുഖ്യ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ശില്പം, വാദ്യം എന്നിവ ശീലിച്ചയാളും മൃദംഗ വായനക്കാരനും ആയിരുന്നു. ഇവയൊക്കെ എന്നെ ഞാൻ അറിയാതെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ എല്ലാം ഈ പുഴയുടെ ത്രാങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് നടന്നു പോവുക ചെയ്യാം, അല്ലാണ്ട് അന്ന് വേറെ വഴിയൊന്നുമില്ല. കുട്ടിക്കാലത്താണെങ്കിൽ ഒരാളുടെ കഴുത്തിലിരുന്നിട്ടാണ് പോകുക. എന്നിട്ട് അങ്ങനെ ഈ ആദ്യം പാഞ്ഞാൾ, ആ വഴികളൊക്കെ നല്ല ബൈഹാർട്ടാണ്. ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്നും ആ പാതയിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പയങ്കുളം, അത് കഴിഞ്ഞാൽ പുഴവക്കത്തെത്തി. അങ്ങനെ പുഴയായിട്ടും ഈ അന്നത്തെ അത് ആ കുട്ടിക്കാലത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഭാരതപ്പുഴ. പക്ഷേ ഈ ഊരിനെ കുറിച്ച് ഞാറ്റുകണ്ടം പോലെയാണ് ഞങ്ങളുടെ ദേശം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് നാട് വിടുന്ന ഒരു കാലത്തെ കുറിച്ച് പറയാം. അതെ, ഞാറ്റുകണ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഞാറ് എവിടെയെങ്കിലും ആണല്ലോ, പിന്നെ അവിടെ നിന്നാണ് പോവുക, പിന്നെ ആ ഞാറ് തിരിച്ചു വരുന്നില്ല. അങ്ങനെ അന്ന് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നേക്കാൾ മുമ്പുള്ള തലമുറയാണ്. അവരൊക്കെ പോകുന്നത് പെനാങ്ക്, സിംഗപ്പൂർ, അവിടേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്ക് പോകണമെന്നുണ്ടായിട്ടല്ല, ഇവിടെ ഒരു ഗതിയില്ല. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട്
പിന്നെ അവർ വല്ലപ്പോഴും വന്നെങ്കിലായി. അപ്പോഴേക്കും ഇവിടെ ഒക്കെ മാറിയിട്ടുണ്ടാവും. അവർ തികച്ചും അന്യരായിട്ട്. മാഷ്ക്ക് പക്ഷെ അങ്ങനെ മുഴുവനായിട്ട് വിട്ടു പോകാനും പറ്റില്ല. എനിക്ക് അത് പറ്റില്ല. എനിക്ക് ലോകം മുഴുവൻ ഇഷ്ടമാണ്. പക്ഷേ അത് ഇവിടെ നിന്നുകൊണ്ടേ ഉള്ളൂ. എത്ര കാലം ഇവിടെ വന്നിട്ട്? ഞാൻ ബോംബെയിലാണ് സെറ്റിലായി കിടക്കുന്നത്. അല്ല, ശരി. ഞാൻ 40 കൊല്ലം അല്ലാണ്ട് ഇവിടെ അല്ല. ഇല്ല ഇവിടെ മാതൃകുട്ടി മാത്രമേ ഉള്ളൂ. ശരി. ഒരു റിട്ടയർ ചെയ്യാൻ പോവാണ്. ഇതുവരെ ജോലിയിലായിരുന്നു. 28-ന് റിട്ടയർ ചെയ്യാം. പട്ടണത്തിൽ വളരെ നാൾ പാർത്തു വന്നപ്പോഴാണ് നാട്ടിലെ നിശബ്ദ വിസ്താരത്തെ അറിയുന്നത്. ഇവിടെയാണ് ഞങ്ങൾ പല കളികളും നടത്തുക. പോലീസ് പിടിച്ചുകൊണ്ട് ആക്കപ്പെടുന്ന ഓടക്കുഴൽ വിളിച്ചാൽ ഇങ്ങോളം കേൾക്കാം. കൂട്ടുകുടുംബത്തിൽ ഉച്ചത്തിൽ പറഞ്ഞാലേ ആളുകൾ കേൾക്കുകയുള്ളൂ. വീടുകൾ തമ്മിൽ ദൂരമുണ്ട്, ജാതികളുടെ അകലമുണ്ട്. വെളിപ്പാട് അകലെയാണ്, അടുത്തല്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഉറക്കെ പറയുന്നു. ചെണ്ട പ്രധാന വാദ്യമായത് ഇതുകൊണ്ടാകാം. ഞാൻ പഠിച്ചത് ഇതിൻ്റെ മുകളിലിരുന്ന ഇംഗ്ലീഷ് പഠിക്കുന്നത്. പത്തായപ്പുരയാണ്. അതെ, ഇവരുടെ പത്തായപ്പുര. അപ്പോൾ ഇവിടെ ആരാ പഠിപ്പിച്ചത്? ഇവിടെ ഒരു കുഞ്ചുവാരി ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് പഠിപ്പിക്കുക. അടിച്ച് പഠിപ്പിക്കും. ശരി. പിന്നെ നാടകത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. തുള്ളലിൻ്റെയൊക്കെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു, റിഹേഴ്സലും ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് തന്നെ ആയിരുന്നു. അതെ, അതിൻ്റെ മുകളിൽ തന്നെ. കാർത്യായനി അമ്പലമാണ് കേന്ദ്രം. ഉത്സവമുണ്ട്. നിലാവുള്ള രാത്രിയിൽ പൈങ്കുളം രാമചാക്യാരുടെ ഒച്ച, ചിരി, ചാട്ടം മതിൽക്കകത്ത് മുഴങ്ങും. മൈക്ക് വേണ്ട. മതിലിന് പുറത്തും അകത്തും നിറച്ച ആളുകൾ. അമ്പലത്തിൻ്റെ വടക്കേ ചുറ്റുവഴിയൂടെ പോയാൽ ഷാരത്തെ പത്തായപ്പുരയിൽ നിന്ന് ഗോപാല പിഷാരടിയുടെ ശിഷ്യന്മാർ ഉരുവിടുന്നത് കേൾക്കാം. വൃക്ഷാ വൃക്ഷവും വൃക്ഷാ. തെക്കേ വഴിയൂടെ പോയാൽ മാരാത്ത് ശങ്കരൻകുട്ടിമാരാരുടെ ശിഷ്യന്മാർ തിമലയിൽ തോം തോം എന്ന് മുഴക്കുന്നു. ശങ്കരൻകുട്ടിമാരാരോട് എല്ലാവർക്കും ആദരം. അങ്ങോർ തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടിയിൽ തിമലയുള്ള ആളാണ്. ഇന്നത്തേക്കാൾ നീണ്ട ശംഖുകളും കനത്ത ഇലത്താളങ്ങളുമായി പോകുന്നവരുമുണ്ട്. തൃശ്ശൂർ പൂരത്തിന് പോക്ക് ഒരു പ്രധാന സംഭവമാണ്. അലക്കി വെളുപ്പിച്ച മുണ്ടുഷട്ടുകൾ, കരുതിയ പണം നിറച്ച മടിശീല. സംഘമായാണ് പോകുന്നത്. മേളവും വെടിക്കെട്ടും എക്സിബിഷനും ഹോട്ടൽ ഷാപ്പാടും വഴിസംഭാരവുമായി വന്നാൽ നല്ല സന്തോഷം. നടന്നു പോകുന്നവർ തലേന്ന് രാത്രി പുറപ്പെടും. കാണാത്തത് കസേരയൊന്നും വേണ്ട, അത് മതി. രാമ
അവന്റെ തലയിൽ വെച്ചല്ലോ. നമ്മൾ സ്കൂളിലേക്കുള്ള വഴികളാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. ചേലക്കല സ്കൂളിലേക്കുള്ള വഴി അതാണ്, ആ നടത്താണ് അന്ന് തമ്മില് ഇങ്ങനെ അറിയാമെന്നും ഒക്കെ ഉള്ളത്. അപ്പോൾ ബസ്സിൽ ഇവിടുന്നാണ് കയറി അവിടുന്ന് കയറി അതല്ല, നടക്കുക തന്നെ. ബസ്സിനെ പറ്റി ആരും ആലോചിച്ചിട്ടില്ല. ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞിട്ടാ, 7ാം ക്ലാസ് വരെ ചെറുതിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിലും നടത്താൻ തന്നെ ഒരു പ്രശ്നമില്ല. ഷൊർണൂർ സ്കൂളിൽ നിന്ന് ആറ്റൂർക്ക് നടന്നിട്ടുണ്ട്. ഷൊർണൂർ സ്കൂളിൽ നിന്ന് ആറ്റൂർക്ക് നടക്കുക വഴി എത്രയുണ്ട്. ത്രാങ്ങാലി വരെ നമ്മൾ നാടകം കളിച്ചിട്ടുണ്ട്. ത്രാങ്ങാലി വരെ നാടകം കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഈ കൽക്കട്ട തീസിന്റെ കാലമാണ്. പോലീസുകാരെല്ലാവരും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലമാണ്. കൽക്കട്ട തീസിസ് സായുധ വിപ്ലവത്തിന് സമയമായി എന്നുള്ള BT രണദിവേൻ്റെ തീസിസൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കുള്ള വിപ്ലവത്തിൻ്റെതായി എന്നുള്ള നിലയ്ക്കാണ് ആ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അതിൽ ഞാൻ കൽക്കട്ട തീസിസിൻ്റെ കാലത്ത് കോഴിക്കോട്ടെ. അപ്പോൾ തീസിസിന് പോയിട്ടുള്ള ആളുകളൊക്കെ ഞാനറിയും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും പിന്നെ ആകെ വേറെ ആൾക്കാരെ ആയിപ്പോയി പോലെ. അപ്പോഴാണ് നമ്മൾ ഈ പിള്ളേരും ഈ വായനശാല അതിലേക്കൊക്കെ സംഘടിപ്പിച്ചിരുന്ന കാലം. അപ്പോൾ തുള്ളാൻ ഒരാളും വേണ്ട. അപ്പം ശരി, ഞാൻ ആവാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആണ് തയ്യാറാവുകയുണ്ടായത്. അരങ്ങില് പോയില്ല എന്നേ ഉള്ളൂ. ഇവിടുത്തെ അവതരിപ്പിച്ചു. ഇവിടെ നിങ്ങൾ ആനിവേഴ്സറിക്ക് അവതരിപ്പിച്ചു. അത് കുറച്ച് വിഷയമായി. അതും കൂടി എന്നിട്ടാണ് ഈ ആറ്റൂർ വെച്ചിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പഴമയുടെ ഇതിലായിരുന്നു നമ്മുടെ ഒരുമാതിരി അതിൻ്റെ അതിന്ന് ഒരു കുതറി മാറുന്നല്ലോ. അപ്പം അത് ഏറ്റവും പുരാതന മുമ്പിലുള്ള കമ്മ്യൂണിസ്റ്റായി. എംപിമാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും കൃഷിക്കാരൊക്കെ കോൺഗ്രസ്സുകാരും. അപ്പോൾ ബാലകൃഷ്ണൻ അല്ല, K. ബാലകൃഷ്ണൻ പറഞ്ഞാൽ ജമ്മി കമ്മ്യൂണിസം എന്നതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംശയങ്ങളും വരുന്നുണ്ട് എൻ്റെ ഇടയിൽ. തിളങ്ങുന്ന ബയനറ്റുകളുള്ള തോക്കുകൾ നിരത്തിയ പോലീസ് മുറിയായിരുന്നു അന്ന് എൻ്റെ ഒരു പേടി സ്വപ്നം. ഞങ്ങൾക്കുറപ്പായിരുന്നു വ്യക്തിയോ വികാരമോ സ്നേഹമോ ഇല്ല, വർഗം സത്യം. വ്യവസ്ഥ പോണം, കൊല്ലുമായിരുന്നു. അവസരം വന്നില്ല ചാവാനും. അത് എൻ്റെ പൂർവാശ്രമം. എന്നാലും മറക്കാൻ വയ്യ. അന്നൊന്നും കവിയാവണം എന്ന മോഹമില്ല. എന്തെങ്കിലും ചെയ്യണമെന്നേ ഉള്ളൂ. അതിലൊന്ന് കവിത. ആയിരത്തി 1952 മാതൃഭൂമിയിൽ മാഷ് എഴുതിയിട്ടുള്ള കവിതയാണ് കേരളത്തിൻ്റെ മകൻ എന്ന് പേരായിട്ട്. വന്നു നിൽക്കുന്നു തീവണ്ടി വീണ്ടും മുന്നിലേക്ക് കുതിക്കുവാനായി, എഞ്ചിനുള്ളിൽ ചുവന്ന നാളങ്ങൾ വഞ്ചിത പോലെരിഞ്ഞു മറിഞ്ഞു നിൽക്കയാണയാൾ. ചൂളം വിളിച്ചു നിൽപ്പു വണ്ടി വിളിക്കുന്നു തന്നെ. കുത്തഴിഞ്ഞു പോയി ഓർമ്മകളാകും പുസ്തകത്തിൻ്റെ താളുകളെല്ലാം. ഓർമ്മ വെച്ച മുതൽക്ക് വളർന്ന തന്മനോഹര ഗ്രാമരംഗത്തെ ചുറ്റിടുന്നു യുവാവിൻ്റെ കൺകൾ. ഇറ്റുനിൽക്കുന്നു ബാഷ്പഗണങ്ങൾ. എനിക്കത് വായിക്കുമ്പോൾ ആരുടെ കവിതയാണ് സംശയം തോന്നുന്നുണ്ടല്ലേ? ഓർമ്മയില്ല. ഞാൻ നോക്കിയതൊക്കെ വായിക്കുമ്പോൾ രവി ഇങ്ങനെയൊന്നും എഴുതില്ല തോന്നി. പലതെന്തിനും മാറ്റാറുണ്ട്.
ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ എഴുതില്ല. മാഷും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പഠിച്ചിട്ടില്ലേ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കേണ്ടല്ലേ? ഏത് വർഷം? 51 1951. അത് ഞാൻ ഓണേഴ്സിന്. രവി ഏറ്റവും ജൂനിയർ, അഗൂർ നാരായണൻ എൻ്റെ ഒരു ക്ലാസ് താഴെ, ഞാൻ വീതെ. പക്ഷേ ഞങ്ങളൊക്കെ പലതും ഒന്നിച്ചുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളാണ് ഈ ചെമ്പനം ചാക്കോ, അഗൂർ നാരായണൻ, പിന്നെ ജി ശങ്കരപ്പിള്ള, നമ്മുടെ അമ്പലപ്പുഴ രാമവർമ്മ. ഇവരൊക്കെ ഞങ്ങൾ ഒരു ആ 3 കൊല്ലത്തിനിടയിൽ KS നാരായണപിള്ള നിരൂപകൻ. ഞാനും അനിയനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് അന്ന് ഞങ്ങൾ ഇവിടെ ഈ വടക്കന്മാർ അങ്ങനെ കുറച്ച് ആളുകളുള്ളൂ അവിടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കവിത കാണിക്കുന്നത് അനിയനെ. രവി അന്ന് എഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനത് കുറച്ച് അറിയപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ കവിതകളെ പറ്റി ഡിസ്കസ് ചെയ്യും. ഓരോ വരികളും വാക്കുകളും എങ്ങനെ പ്രയോഗിക്കണം, എവിടെ പ്രയോഗിക്കണം, ഒരു വാക്ക് അപ്പുറത്തെടുത്താൽ വളരെ ഇഫക്റ്റ് കിട്ടും, ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ മലയാളവും സംസ്കൃതവും എങ്ങനെയാണ് ചേർക്കേണ്ടത്, അതെനിക്ക് അതിന് മുമ്പ് അങ്ങനത്തെ ഒരു അഡ്വൈസ് കിട്ടിയില്ല. ആരെയും കാണിച്ചിട്ടോ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ മറ്റതൊക്കെ അത് നല്ലതാണ് എല്ലാവരും പറയുന്നതല്ലാണ്ട് എന്താണ് അതിൻ്റെ ദോഷം അതാണ് പറയേണ്ടത്. ഈ കവിതയും പിന്നെ ഇതിന് ശേഷം പിന്നെ 56 കാലഘട്ടത്തിൽ മദ്രാസിൽ ഇരിക്കുന്ന സമയത്ത് എഴുതിയിട്ടുള്ള കവിതകളും മദ്രാസിലായിരുന്ന സമയത്ത് എഴുതിയിട്ടുള്ള കവിതകളൊന്നും പുസ്തകത്തിൽ മാഷ് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്താ അങ്ങനെ? അതെ, ഞാൻ ഈ രീതിയിൽ മദ്രാസിൽ ഇരിക്കുമ്പോഴാണ് 3 കന്യകമാർ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതി. 3 കന്യകമാർ എന്ന് പറഞ്ഞാൽ 3 മൂല്യങ്ങൾ, സത്യം അല്ലേ, സൗന്ദര്യം, അങ്ങനെ ഈ മൂല്യങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ച ഗോവിന്ദനൊക്കെ ആയിട്ട് ആണ് ഗംഗാരമ. അപ്പം അങ്ങനെ സ്ഥിര മൂല്യങ്ങളില്ല, ഇങ്ങനെ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സനാതന മൂല്യങ്ങൾ പറ്റിയിട്ടാണ് ഈ 3 കന്യകമാർ എഴുതിയതേ. അപ്പം ഞാൻ അതുവരെയുള്ള എൻ്റെ താത്വികമായിട്ടുള്ള നില അങ്ങോട്ട് തകർന്നു പോയി. അതോടുകൂടി അതുവരെയുള്ള കവിതകൾ മുഴുവനായിട്ട് ഉപേക്ഷിച്ചു. അതിന് ശേഷമുള്ളത് മാത്രമേ ഇങ്ങനെ പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആധുനികതയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള കവിതകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ആധുനികതയിൽ ഏറ്റവും പക്വമായിട്ടുള്ള പ്രതിനിധിയാണ് ആറ്റൂർന്ന് എൻ്റെ പക്ഷം. മാസ്റ്റർ ഈ നിഷ്കൃഷ്ടമായിട്ടുള്ള ഈ വേണ്ടാന്ന് വെക്കലുണ്ടല്ലോ, അതിന്റെ ഫലമായിട്ടാണ് ആധുനികതയുടെ പക്വമായിട്ടുള്ള പ്രതിനിധിയായിട്ട് ആറ്റൂരിനെ വിചാരിക്കാൻ കഴിയുക. ഒരു പൂമരം താങ്കൾ, ചില്ലമേലിരുന്ന് ഞാൻ ചിലച്ചു, പല വിഡ്ഢിത്തങ്ങളും ചിരിച്ചു നിന്നതേയുള്ളൂ താങ്കൾ. പിന്നെയും ചൂണ്ടി വാനിൽ പൊങ്ങുവാനൊരു ചില്ല, പറഞ്ഞും തർക്കിച്ചും പല നേരം നാം ഇരുന്നിട്ടും എനിക്കോർമ്മയില്ലൊന്നും കഴിക്കുന്നതായി എൻ കാതിൽ. ഒരുപാട് മനുഷ്യർ മാഷ കവിതകളിൽ കടന്നു വരുന്നുണ്ട്, മാഷക്ക് അടുപ്പുള്ളവരും. അതിൽ ഏറ്റവും വലിയൊരു വിശേഷണം മാഷ് കൊടുത്തിട്ടുള്ളത് ആർ രാമേന്ദ്ര മാഷക്കാണ്, ഗുരു എന്നുള്ളൊരു. എനിക്ക് തോന്നുന്നു മാഷ് അങ്ങനെ സാധാരണഗതിയിൽ ഉപയോഗിക്കാത്ത ഒരു വലിയൊരു വാക്ക്. ഞാൻ പറഞ്ഞില്ലേ, രാമേന്ദ്ര മാഷ് ഈ വാക്കുകളെ ഒരു വാക്കും തെറ്റായിട്ട് പറയില്ല. സാധാരണ വർത്തമാനത്തിലുള്ള വാക്കുകൾ തന്നെ ഒന്നും തെറ്റായിട്ട് പറയില്ല. പിന്നെ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഗുണകാംക്ഷി, അത് അതേ സമയത്ത് നല്ല ക്ഷമ, നമ്മൾ എന്ത് മണ്ടത്തരം കാണിച്ചാലും അങ്ങനെയുള്ള ഒരു സ്നേഹം കൊണ്ടാണ്. അത് ശരി. എന്നിരുട്ടുകൾ വീഴ്ത്തും മിന്നൽ കമ്പുപോൽ താങ്കൾ. ആ വരിയിൽ മറ്റേ അത് മുഴുവൻ ഉണ്ട് തോന്നുന്നു രാമേന്ദ്ര മാസ്റ്റർ. എന്നിരുട്ടുകൾ വീഴ്ത്തും മിന്നൽ കമ്പുപോൽ താങ്കൾ. എന്താവാം ആ ഇരുട്ട്? എന്താവാം? അല്ലെങ്കിൽ രാമേന്ദ്ര മാസ്റ്റർ ആ വെളിച്ചം എന്താവാം? അല്ല,
നമ്മുടെ ഈ പലതരത്തിലുള്ള ഇഗ്നറൻസ് ഉണ്ടല്ലോ, അജ്ഞതകൾ കവിതയിലും നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളിലുമൊക്കെയുള്ള ഒരു അതൊക്കെ മാഷോട് ഞാൻ പറയും. അപ്പം മാഷത് സഹിച്ചിരിക്കും. വളരെ സംയമിയായിരുന്നല്ലോ രാമേന്ദ്ര മാഷ് അല്ലേ? വളരെ സംയമിയായിരുന്നു. അതേസമയം ഏതാണ്ട് അതേ കാലത്ത് തന്നെയും വളരെ ധൂർത്തനായിട്ടുള്ള പി കുഞ്ഞിരാമൻ നായർ അപ്പുറത്തുണ്ടായിരുന്നു. അത് വേറൊരു വഴി. ആ വഴിയായിട്ട് മാഷ്ക്ക് അടുപ്പുണ്ടായിരുന്നില്ലേ? എനിക്ക് ആ വഴിയായിട്ടല്ല, കുഞ്ഞിരാമൻ നായരുടെ കവിതയായിട്ടുള്ള നല്ല ലഹരി ഉണ്ടായിരുന്നു. ലഹരി ഉണ്ടായിരുന്നു. രാമേന്ദ്ര മാഷയുടെ കവിതയോടില്ലാത്ത ലഹരി. അതെ അതെ, രാമേന്ദ്ര മാഷയുടെ കവിതയോടങ്ങനെ ലഹരി ഉണ്ടായിട്ടില്ല. കുഞ്ഞിരാമൻ നായർ കവിതയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണോ ഈ എന്താ പറയാ കവിത എഴുതിയത്? മേഘരൂപൻ എന്നുള്ള കവിതയിലേക്ക് ഒരുപാട് കാലം ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷനിൽ അങ്ങോട്ട് എഴുതി പോയിടാ. അതെ അല്ലേ? അത് പെട്ടെന്ന് എഴുതിയതാണ്. കുഞ്ഞിരാമൻ നായരെ കണ്ടിട്ടുണ്ടോ? ഓ, എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഈ കവിത കേട്ടിട്ട്. അതെയോ? അതൊന്നും പറയോ? അത് ഞാൻ ഈ ദേവഗിരി കോളേജിൽ കവിത വായിക്കാൻ പോയി. ഞാൻ പലരുണ്ട്, രാമേന്ദ്ര മാഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കവിത വായിച്ചു. അത് കേട്ടപ്പോൾ ഞാൻ ആനയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. സഹ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളും ആർദ്രത, ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകമങ്ങനെ. നിനക്കെഴുതുവാൻ ഊഴിവിരിപ്പൂ ഭാരതപ്പുഴ, നിനക്ക് കാണുവാൻ മാനം നിർത്തുന്നു വർണ്ണപുസ്തകം. നിനക്ക് മഞ്ഞുകുപ്പായം തുന്നുന്നു തിരുവാതിര, പഠിക്കൽ വന്ന് കൂകുന്നു പട്ടണിപ്പൊന്നുഷസ്സുകൾ. ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ വിട്ട് നീ ഉന്നതങ്ങളിൽ മേഘങ്ങളൊത്ത് മേയുന്ന വേളയിൽ പൊൻകോലം കേറ്റുവാൻ വിട്ടിയിലല്ലോ നിന്റെ മസ്തകം. ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടില്ലല്ലോ പദങ്ങൾ. ഉന്നം തെറ്റാത്ത തോക്കിന്നുമായില്ല നിന്നെ വീഴ്ത്തുവാൻ. കേമന്മാരോമനിച്ചാലും ചെവി വട്ടം പിടിച്ചു നീ. നീ ഇന്ന മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ. ഏതോ വളകിലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുകൻ. അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിതന്നിടാം. എനിക്ക് കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം. മദിരാശി എനിക്ക് ഒരു അത്ഭുത ലോകമായി തോന്നി. വലിയ ലൈബ്രറികൾ, മ്യൂസിയം, കേരളത്തിൽ വെച്ച് കേട്ടിട്ടില്ലാത്ത ആധുനിക കലാചിന്തകൾ, പുതുചിത്രകല, പുതു സിനിമ, പുതു കവിത, എം ഗോവിന്ദൻ്റെ നീണ്ട ആത്മഭാഷണങ്ങൾ, ഗവേഷകനായിരുന്ന ഗംഗാധരനുമായി നിത്യേനയുള്ള സംഭാഷണങ്ങൾ. ബംഗാൾ ഉൾക്കടലിൻ്റെ പക്കത്ത് നിന്ന് എനിക്കൊരു ദർശനം കിട്ടി. നാട്ടിൻപുറത്തിൻ്റെ ഒറ്റപ്പെടലും കോഴിക്കോടൻ രാഷ്ട്രീയവും തിരുവനന്തപുരം മണിപ്രവാളവും ഊർന്നുപോയി. പക്ഷേ ഈ കരാതിര എന്നൊരു കവിതയുണ്ടല്ലോ, മദിരാശിയിലെ മരീന ബീച്ചിൽ വന്നിരിക്കുന്നതിനെ പറ്റി. ആ കവിതയിൽ മരീന ബീച്ചിലെ സൗഹൃദ സന്ധ്യകളാണ്. താങ്കൾ ഓർക്കുന്നുവോ നാമെന്ന് പാതിരയോളം കിഴക്കൻ കടൽപ്പുറത്ത് കഴിഞ്ഞൊരാ രാത്രിയെ നോക്കി നിൽക്കുമ്പോൾ ഉരുണ്ട് പൊക്കം വെച്ച നീർമതിലിന്മേൽ വരഞ്ഞ ചിഹ്നങ്ങളെ ഓർമ്മ വരാറുണ്ടെനിക്ക്. മണലിലിരുന്നും കിടന്നും അന്ന് പങ്കിട്ട
സ്വകാര്യമാം സന്ധ്യയെ എത്ര വലിച്ചെറിഞ്ഞാലും തിരിച്ചെത്തുന്ന സന്ധ്യയെ, ചുട്ടുപൊള്ളുന്ന പകലിനെ ഈ മണൽത്തിട്ടിൽ കുഴിച്ചിട്ട് മുമ്പിലുള്ള ആഴപ്പരപ്പിൽ നീർപ്പന്നികളായി മൂന്നു ചില്ലുനിലാവിൽ വകിടെടുക്കുന്ന പോൽ രണ്ടായി വകഞ്ഞ തിരകൾ നടപ്പാത തന്ന് വിളിക്കുന്നു പിന്നെയും പിന്നെയും. നമ്മൾ എണീറ്റു, ചെരിപ്പുകളിട്ടു, തിരിഞ്ഞു നോക്കാതെ നടന്നു പൊടുന്നനെ. ഗോവിന്ദൻ്റെ കൈകളൊക്കെ ലോകം മുഴുവൻ ഇങ്ങനെ പരന്ന് നീട്ടി നിന്നുണ്ടാവും. ഗോവിന്ദൻ സമീക്ഷ നടത്തുന്നത് എല്ലാം തനിയെ അധ്വാനിച്ചിട്ട് തന്നെയാണ്. അതിൻ്റെ സമീക്ഷയ്ക്ക് അങ്ങനെ പരസ്യമോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അത് ഇങ്ങനെ ഒരു തന്നെത്താൻ സമർപ്പണമായിട്ട് അങ്ങനെ ഉള്ള ആ ക്യാരക്ടറാണ് പഠിക്കുക നമ്മൾ. ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളല്ല. ഗോവിന്ദനെ കുറിച്ച് മാഷ് എഴുതിയ പുറപ്പാട് എന്നുള്ള കവിത, അതിനകത്ത് മാഷ് എഴുതുന്നുണ്ട്, അംഗങ്ങളൊക്കെയും സന്ധി ചെയ്തപ്പോഴും ഭാഷയെല്ലാം പരിഭാഷയായപ്പോഴും മോഹങ്ങളൊക്കെയും പാട്ടിലായപ്പോഴും വരും ഒരു കൊയ്ത്തിഞ്ഞ് ഞാറിട്ടുപോയി അവൻ. വാക്കുകളെ പറന്നെത്തുവിൻ ഒറ്റയായി കൂട്ടമാ, പച്ചയും മഞ്ഞയും ചുവപ്പും കറുപ്പും നിറങ്ങളിൽ, കയ്പും ചവർപ്പും പുളിപ്പും ഇനിപ്പും കലർന്നു ചുടികളിൽ. വാക്കുകളെ പറന്നെത്തിയിടുവിൻ 5 തിണകളിൽ നിന്നും എത്തി. ഇത് പള്ളിപ്പുറത്തെ പ്രസിദ്ധമാണ്, എല്ലാ വേദിയിലും ആണ് തന്നെ ചെല്ലുന്നത്. ഗോവിന്ദനെ കുറിച്ചാണ് ആറ്റൂർ ഇത്രയും, പക്ഷെ അതിൽ പലതും ആറ്റൂർ മാഷക്കും ചേർന്നാണെന്ന് എനിക്ക് വരും ഒരു കൊയ്ത്തിന് അതാണ് ഒരു വരി. കാട്ടിത്തരുവിൻ അവൻ അടയാളങ്ങൾ, കൂത്തുവിളക്കിൻ ചിരിത്തളി, മിന്നൽ കോർക്കുന്ന നിലയ്ക്കാത്ത ഭാഷണം, ആരെയും കൂസാത്തൊരൊറ്റയാണ്. ഇതൊക്കെ ആറ്റൂർ തന്നെ നിൽക്കുന്നു. അതായത് തങ്ക തലയെ കെട്ട് ആകാശത്തേക്ക് എറിഞ്ഞ് തുമ്പി ചുരുട്ടി മസ്തകത്തിലേക്ക് വെച്ച് 2 കൊമ്പൊക്കെ നിൽക്കുന്ന ഒരൊറ്റയാനെ പോലെ ആറ്റൂർ മാഷ എനിക്ക് പലപ്പോഴും തോന്നും. അന്ന് 69-72 അതാണ് കാലം. അപ്പോൾ ഡിഗ്രി ആകെ 9 ആളല്ലോ, 2 പെൺകുട്ടികളും 7 ആൺകുട്ടികളും. ആറ്റൂർ മാഷുണ്ട് വന്നോടുകൂടി നമ്മൾ വേഗം തിരിച്ചറിഞ്ഞു ഈ അധ്യാപകൻ. അപ്പം എന്താ വെച്ചോ, ഞങ്ങൾ 100% ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ആറ്റൂരിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുക. വേറൊരു ക്ലാസ്സിൽ ഇരിക്കില്ല, പക്ഷെ ആറ്റൂർ മാഷ് ക്ലാസ്സിൽ ഇരിക്കും. ആ പ്രാചീന കവിത മുതൽ ഏറ്റവും ആധുനിക കവിത വരെ മാഷെ കൊണ്ട് എടുപ്പിക്കും. 3 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് എടുപ്പിക്കാൻ കഴിഞ്ഞു. കവിത മനസ്സിലാക്കുന്നതും കവിത പഠിപ്പിക്കുന്നതും രണ്ടാണ്. ഞാൻ ഈ കവിത പഠിപ്പിക്കുന്നില്ല, മനസ്സിലാക്കി. അപ്പോൾ കുട്ടികൾക്ക് അത്ര മറ്റതാണ്. കാരണം പലതരത്തിലല്ലേ കുട്ടികളെ, ജനറലായിട്ട് വേണ്ടത് പഠിപ്പിക്കലാ. അത് ഞാൻ ചെയ്യാറില്ല. കോളേജ് തലത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ ആറ്റൂർ മാഷായിരുന്നു. വേറൊരാളെയും എനിക്കൊരു നല്ല ടീച്ചറായിട്ട് തോന്നിയില്ല. പഠിപ്പിക്കുന്നത് ക്ലേശല്ല. അത് നമ്മളൊരു വീണ വായിക്കണ പോലെയോ അതുപോലെ ഇൻസ്ട്രുമെന്റ് ചെയ്യുന്ന പോലെ അത് ഒരു അതിൽ നമ്മളും
രസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കാലത്താണ് ക്യാൻസർ എഴുതിയത്. അതുപോലെ തന്നെ സംക്രമണം പട്ടാമ്പിയിലെത്തിയ ശേഷം മാഷ് ഇതേപോലെ വളരെയധികം പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് പ്രധാനപ്പെട്ട നല്ല കവിതകളൊക്കെ ഞങ്ങളുടെ ആ സംസ്കൃതത്തിൽ നിന്നുണ്ടായിരുന്നു. ക്യാൻസർ. കോളേജിലേക്ക് 2 വഴികൾ, വായയും മലദ്വാരവും പോലെ. കൂട്ടം കൂട്ടമായി പെൺകുട്ടികളും ആൺകുട്ടികളും ഓറഞ്ച് കൂട്ടങ്ങൾ പോലെ. അതിൻ്റെ വദനത്തിലൂടെ അന്നനാളം, ആമാശയം, വൻകുടൽ, ചെറുകുടൽ പോലുള്ള ഇടനാഴികൾ, പൂമുഖങ്ങൾ ക്ലാസ് മുറികളിലൂടെയും നീങ്ങിക്കൊണ്ടിരുന്നു. കുന്നിൻ മുകളിൽ അതിൻ്റെ നിവർന്നു നിൽപ്പ് വെള്ളയുടുപ്പിട്ട ഒരു മാന്യൻ്റേതുപോലെയായിരുന്നു. ശ്വാസോച്ഛ്വാസം, നാടിമിടിപ്പ്, ശരീരതാപം, നാവ്, കണ്ണ്, ചെവി, രക്തം, മലം, മൂത്രം എല്ലാം സമനില പുലർത്തുന്ന ഒരു മാന്യൻ്റേതു തന്നെയായിരുന്നു. അല്ല, ശരിക്ക് കവിതയുടെ ഭാഷ നമ്മുടെ വിചാരത്തിൻ്റെ ഭാഷയാണ്. വിചാരത്തിന് അങ്ങനെ നീണ്ടു പോവില്ലല്ലോ. അതാവാൻ പറ്റില്ല. എന്നാലും അങ്ങനെ ഒരു ഉള്ളിലത്തെ ഭാഷ ആവുക എന്ന് ആക്കാൻ ശ്രമിക്കുക. അത് മറ്റേ സ്പോക്കണല്ല. ബാക്കിയുള്ള ഈ ഗദ്യത്തിലോ കഥയിലോ ഒക്കെ ഇത് വേണ്ട. ഇതിനത് ഈ ഉള്ളിനോട് അത്ര ബന്ധപ്പെടുന്നത് കവിതയുടെ ഭാഷ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇരുട്ടിന്നലകളിൽ ഓരോരുത്തർ പിരിഞ്ഞു, പുഴവക്കിൽ വൈകുന്നേരത്ത് തെഴുക്കും കുളിർകാറ്റിൽ ചില നാക്കിൻ ചുടികൾ, നോക്കിൻ മിന്നിച്ചകൾ, കലാശക്കൈകൾ, ചിരിത്തരികൾ, മൗനങ്ങൾ, ഒഴുക്കിൽ പുല്ലും പൂവും പോലെ, മാറ്റൊരി പോലെ, കാൽ തെറ്റുന്ന കിനാക്കുഴികൾ പോലെ, കാനൽ വെള്ളം പോലെ. നിങ്ങൾ പട്ടാമ്പിയിലുള്ളപ്പോഴാണ് ഞാൻ ധാരാളമായിട്ട് അതെ അന്ന് ഷൊർണൂരാണ് താമസിച്ചിരുന്നത്. ഷൊർണൂർ ഒരു കുളത്തിൻ്റെ വക്കത്തെ ഒരു കുന്നിൻ്റെ മുകളിൽ. അതെ, ചിലപ്പോഴൊക്കെ ശങ്കരപ്പിള്ളി ഉണ്ടാവും. ചിലപ്പോൾ പട്ടാമ്പിയിൽ വെച്ച് നമ്മൾ കാണുമ്പോൾ ശങ്കരപ്പിള്ളിയൊക്കെ ഉണ്ടായിട്ട് അവിടെ വെച്ച് ചില കവിയരങ്ങൾ നടത്തലും ഒക്കെ ആ കാലത്ത് വളരെ പട്ടാമ്പി കോളേജിനെ സജീവമാക്കുന്നതിൽ രവിവർമ്മയ്ക്കൊരു പങ്കുണ്ട്. അവിടെ വെച്ചൊരു ദക്ഷിണേന്ത്യൻ കവിതയുടെ ഒരു കവി സമ്മേളനവും ഒരു കാര്യശാലയൊക്കെ നടത്തുക, കവി സമ്മേളനങ്ങളുണ്ടാവും. അപ്പോൾ പ്രത്യേകിച്ച് ശങ്കരപ്പിള്ളി രവിവർമ്മയും അവിടെ ഉണ്ടായിരുന്നൊരു കാലം വളരെ സജീവമായൊരു കാലമായിരുന്നു. തണുപ്പിൽ ആറ്റൂർ രവിവർമ്മയ്ക്ക്. ഇന്നു തണുക്കുന്നെനിക്ക് ഹേമന്തമോ സന്ധിയിലൂറുന്ന വാർദ്ധക്യമോ, അന്യർ വന്ന് തറവാട്ടിൽ അങ്കണം പത്തായ മുമ്മറ മൂന്തളം മച്ച് മണവറ കണ്ണാടി കാവ് കുളം കളിത്തട്ട് അങ്കം അങ്ങാടി നാവ് കളപ്പുര കൊട്ടാരം എല്ലായിടവും കടന്ന് തീട്ടൂരങ്ങൾ നൽകുന്ന കാഴ്ചയിലേറിടുമാധിയോ. ഇന്നു തണുക്കുന്നെനിക്ക് തണുപ്പിതിൽ വന്നു തീപൂട്ടുന്നു താങ്കൾ തൻ സാന്ത്വനം. ഇവരിലൂടെയാണ് ഞാൻ ആ ന്യൂ ഒരു കവിതയിലേക്ക് കടക്കുന്നത്. ഈ ആറ്റൂർ കവിതകളിൽ ആദ്യ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള കവിതകളുണ്ടല്ലോ, അതെ 57 മുതലുള്ള 84 വരെയൊക്കെയുള്ള കവിതകൾ. അപ്പോൾ ആ കവിതകളിൽ തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കവിതയുടെ സ്വഭാവങ്ങളൊക്കെ നിർവചിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ രവിവർമ്മ ഇപ്പോൾ പറഞ്ഞതുപോലെ അപ്പോൾ ആധുനിക കവിതയുടെ ഒരു രണ്ടാം പടവിലേക്ക് കടക്കുന്നതിൽ അപ്പോൾ ഞങ്ങൾ അടുക്കുന്ന കാലമായപ്പോഴേക്കും ഞങ്ങളുടെയും കവിത മാറി തുടങ്ങിയിരുന്നു. അത് കുറേ കൂടി ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് ഉത്കണ്ഠകൾ പ്രകാശിപ്പിക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചുള്ള വ്യർത്ഥസ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം, സ്വപ്നം കാണുന്ന ഒരു സമയമായി കഴിഞ്ഞിരുന്നു. രവിവർമ്മ അന്ന് പിന്നെ പട്ടാമ്പി കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് തന്നെ. അപ്പോൾ അന്ന് മിക്കവാറും ഈ പറഞ്ഞ കവിത ചൊല്ലുന്ന ആളുകളാണ് ഈ സംഘത്തിലുള്ളത്. ഇപ്പോൾ പിതൃഗമനം പോലുള്ള കവിതകളൊക്കെ പട്ടാമ്പിയിലുള്ള കുന്നിൻ്റെ മുകളിൽ നിന്ന് ചൊല്ലിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിലുള്ള ആളുകളൊക്കെ
അപ്പോൾ അന്ന് പിന്നെ രവിവർമ്മ അന്ന് ഒരു യുവകവിയാണെന്ന് ആലോചിക്കണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആണ് പ്രേരണ, ഞാൻ എഡിറ്ററായിട്ട് പ്രേരണ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് രവിവർമ്മയുടെ തന്നെ കവർ ഉള്ള ഒരു പ്രേരണ ലക്ക ഇറങ്ങിയിട്ടുണ്ട്. ഉദയകുമാറാണെന്ന് തോന്നുന്നു നടത്തിയ ഒരു ഇൻ്റർവ്യൂ നടത്തി, ലോങ് ആയൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അപ്പോൾ അന്ന് ഇവരെല്ലാം അത് നേരത്തെ പറഞ്ഞ പഴയ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അകന്നു നിന്നിരുന്ന ഗോവിന്ദൻ്റെ ശിഷ്യന്മാർ, പഴയ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ, എന്നുവെച്ചാൽ പി കെ ബാലകൃഷ്ണനും അയ്യോ പണിക്കരും അടക്കമുള്ള ആളുകൾ എല്ലാവരും അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം പുതിയ ലെഫ്റ്റുമായിട്ട് നല്ല അടുപ്പം വന്നൊരു കാലമായിരുന്നു അത് വ്യക്തിപരമായ അടുപ്പവുമായിരുന്നു ആലോചിക്കണം. അപ്പോൾ ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ എന്നെ സാവിത്രി ഹൗസ് അറസ്റ്റിലായിരുന്നപ്പോൾ രവിവർമ്മയാണ് ആദ്യം വരുന്നത്, ഞങ്ങളെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അന്നത്തെ ആ പുതിയ രാഷ്ട്രീയത്തോടുള്ള, പുതിയ രാഷ്ട്രീയത്തിൻ്റെ മാനവികതയോടുള്ള ഒരു ഹൃദയബന്ധം ഇവർക്കൊക്കെ അന്നുണ്ടായി. അന്ന് കടമ്മനിട്ടയ്ക്കും ആറ്റൂരിനും എല്ലാം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയായ പ്രകാശനം ആ കാലത്തെ കവിതകളിലെല്ലാം വരികയും ചെയ്തു. ഇടിവെട്ടിയിടുന്നു കടുംതുടി, അത് ഒരുപക്ഷെ ഈ രവിവർമ്മയുടെ കവിതയെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ആ പുസ്തകത്തിന് ഞാൻ ആ പേരായിരിക്കും ഇടുന്നത്, ഈ ഇടിവെട്ടുന്ന കടുംതുടി എന്നത്. വരാനിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ മുഴക്കം, അല്ലെങ്കിൽ ഒരു വലിയ സബ്വേർഷൻ്റെ വളരെ നിശബ്ദമായ ഒരു കോലാഹലം, അതാണ് ഈ ഇടിവെട്ടെന്ന് പറയുമ്പം. കുറേ നാളായുള്ളിൽ ഒരുത്തിതൻ ജട മളിഞ്ഞു നാറുന്നു, വിരലുകൾ മൂക്കിൽ തിരുകിയാണ് ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളൊരു മകല്ലത്തുള്ളൊരു മുഴിഞ്ഞു മാറുന്നു. അറിവ് വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിൽ ഒരു നൂലത്തയായി, വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവൻ്റെ തള്ളയായി. ഒരു പെണ്ണിൻ തല അവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പില, തിര തുളുമ്പില, മുഖത്തു കണ്ണുകളതിന്നു പാതിരക്കടയ്ക്കുവാൻ മാത്രം ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. മയങ്ങാറുണ്ടാവില്ല അവളോളം വീക്കി ഒരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളെക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. പുറപ്പെട്ടയിടത്താണ് 1000 കഥം അവൾ നടന്നിട്ടും കുനിഞ്ഞു വീഴുന്നുണ്ട് 1000 വട്ടം നിവർന്നു നിന്നിട്ടും. ഉണർന്നിട്ടില്ലവൾ 1000 നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും. ഒരു കുറ്റിച്ചൂലം, ഒരു നാറത്തെപ്പ്, ഞെണുങ്ങിയേ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം, ഒരട്ടി മണ്ണവൾ. ഒരു പേഴ്സണൽ ഒരു പെയിനിൽ നിന്ന് തുടങ്ങുന്നതാണ് കവിത. പക്ഷെ അതിൽ പിന്നീട് ഞാൻ വായിച്ചിട്ടുള്ള പല അറിവുകളും ഒക്കെ അതിൽ ഇങ്ങനെ ഗ്രീക്ക് ട്രാജഡിയിൽ തന്നെ അവസാനത്തെ ആ ആന്ത്രോപോളജിയിലെ ഈ കവിത എഴുതുന്ന കാലത്ത് വന്നിട്ടുള്ള പുസ്തകങ്ങൾ അതൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മാഷ എന്താ പറഞ്ഞത്, നമ്മുടെ ഒരു ആഭിചാര കർമ്മങ്ങളെയൊക്കെ പറ്റിയിട്ടും കൂടി പറഞ്ഞല്ലോ, വെലിക്കളയിലിനെയൊക്കെ പറ്റി. അതെ, ആ വെലിക്കളയിലൊക്കെ അന്നത്തെ ആന്ത്രോപോളജി ബുക്കുകളിലൊക്കെ ഉണ്ട്. അതിന്ന് കിട്ടിയതാണ്, അല്ലാണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയതല്ല. ഞാൻ ഇന്ന് നിന്നും ഇവിടെ നിന്നും ആണ് തുടങ്ങുന്നത്. പക്ഷേ അത് എന്നിലേക്കും എവിടെയിലേക്കും ഇങ്ങനെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ കുറേശ്ശെ വേരുകളോ ചില്ലകളോ അങ്ങനെ നീട്ടും. അങ്ങനെയാണ് എനിക്ക് ഈ ഇന്ന് കവിതകളിലൊക്കെ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതെ, അതിൽ ഈ വായനകൾ, കാഴ്ചകൾ എല്ലാം അതിലേക്ക് കൂടി ചേരുകയാണ് ചെയ്യുന്നത്. അത് ഭാഷ കൊണ്ട് വരുത്തും വേണം. അനുഭവം തീക്ഷ്ണമായ പാത്രം പോരാ, അതിൻ്റെ പ്രകടിപ്പിക്കുന്ന ആ വാക്ക് വളരെ എന്നാണ് എനിക്ക് അതിൽ ഞാൻ എന്നോട് വിട്ടുവീഴ്ച ചെയ്യാറില്ല. മൊട്ട എന്നുള്ള കവിതയിലും ഒറ്റ മാഷ്ട കവിതയിലും മാഷ്ട ഒരു
ഗൃഹാതുരത്വമുള്ള കവികൾക്കാണെങ്കിൽ ആ ഇല്ലായ്മ പോലും പിന്നെ അവർ എഴുതുമ്പോൾ അതിലൊരു സുഖമാണ്. പക്ഷെ മാസ്റ്റർ ഈ കവിതയിൽ ഈ സുഖം എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. എപ്പോഴും ഒരു കയ്പും ഒരു അല്ലേ. ജീവിതത്തിൽ എനിക്ക് മധുരം തന്നെയാണുള്ളത്. പക്ഷേ അതിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അതിൽ മറ്റുള്ളതെല്ലാം എൻ്റേതല്ലാത്തതും ഈ സമൂഹത്തിൻ്റെയും കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അതിൻ്റെ സ്വാദുകൾ കൂടി എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ മധുരത്തിനോട് ചേരുന്നുണ്ട്. ഞാൻ അറിയാതെ ഇതൊന്നും ഞാൻ മനഃപൂർവ്വമല്ല അതൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ചേരുന്നുണ്ടെന്നാണ് തോന്നണത്. കഴുകൻ മലയിൽ നാം വേനലൊഴിവിൽ കയറും വെയിലറിയാതെ. കഴുകൻ മലയിൽ നാം വേനലൊഴിവിൽ കയറും വെയിലറിയാതെ. നിഴലിൽ ഉതിർന്നു കിടക്കും മുഴുത്ത നെല്ലിക്കകൾ, ഊഞ്ഞാൽ പടങ്ങൾ, തിരുവാതിരയ്ക്ക് കുതിക്കുവാനുള്ളവ തൂങ്ങിക്കിടക്കും. മീട്ടുകയോ കുഴലൂതുകയോ കുഴിത്താളം പിടിക്കുകയോ ചെയ്യും കിളികൾ. നമ്മൾ വിളിച്ചാൽ ഉടനെ മറുവിളി കേട്ടിടും. പേടിപ്പെടുത്തും നരി തിന്ന പശുവിൻ്റെ എല്ലുകൾ. പള്ളകൾ വീർത്തു നിൽക്കുന്ന കരിമ്പാറ തൻ മുതുകത്ത് കവച്ചു കാലിട്ടിരുന്നു നാം കാണും പുഴയും പുകവണ്ടിയും. പണ്ടു നാം മൊട്ടയും വിക്കനും കൂറ്റനും കോലനും കൂടി മലയ്ക്ക് പോകുമ്പോൾ അവിടം മുഴുവൻ വിളഞ്ഞു നിൽക്കുന്നു. മൗനവും പാട്ടും തണലും വെളിച്ചവും രസമുള്ള പേടിയും സ്വാതന്ത്ര്യവും. ആദ്യമായി യാത്രയച്ചു ചങ്ങാതി. തീവണ്ടി ആപ്പീസിൽ നിന്നും മിണ്ടാതെ മടങ്ങി നാം പിന്നെയും. ഒറ്റയ്ക്കൊടുവിൽ കയറിയിരുന്നു ഞാൻ. കാണാതെയായി പലരെയും കണ്ടാൽ അറിയാതെയായി, നരയും കഷണ്ടിയും മുരടിക്കലും മൂക്കലും കൊണ്ട് തങ്ങൾ തൻ മൂക്കും ചെവിയും മിഴികളും പേരന്മാർ തൻ മുഖത്തു വെച്ചു ചിലർ. കമ്പി കിടച്ചു ചിത വെളിച്ചത്തിലൻ വീട്ടുവരമ്പു തിരിച്ചറിഞ്ഞു. ആൾച്ചൂരൊഴിഞ്ഞ പഴകിയ വീടിൻ്റെ പിന്നാമ്പുറത്തു നിൽക്കുമ്പോൾ വയസ്സായി ദണ്ണം പിടിച്ച് മുടി പറ്റേ വെട്ടിയ മുത്തശ്ശി തൻ തല പോലെ വഴിമറവില്ലാതെ കാണായി കഴുമല. ഉണ്ണികളാരും വരാറില്ല. ഉരുണ്ടു ചിരിക്കുന്നില്ല നെല്ലിക്കകൾ. നിലത്തു കാലൂന്നുന്ന വള്ളികളില്ല. മുഖവീണ വായിക്കും കിളികൾ, കല്ലാനകൾ, നരിയിറക്കങ്ങളുമില്ല. വെടിവെച്ച് കുഴിവെട്ടി മൂടിയ കൊമ്പൻ എണീറ്റു നിൽക്കുന്നത് പോലെ കറുത്തു തടിച്ചു മാനം മുട്ടി മിണ്ടാത്തിരുളു തങ്കത്തലേ കെട്ടു മേലോർത്തെറിഞ്ഞു നിൽക്കുന്നു. കാഴ്ചകൾ നമ്മെ കൊണ്ടുപോകുന്നു, കേൾവികൾ കൊണ്ടുപോകുന്നു,
വണ്ടികൾ വഴികൾ കൊണ്ടുപോകുന്നു. മക്കളെപ്പോലെ നാടേതും നമ്മുടേതുപോലെന്നൊരു സന്തോഷം, നാടേതും നമ്മുടേതുപോലല്ലെന്നൊരു സന്തോഷം. ചെന്നു നാം ചെല്ലേണ്ടിടത്തിനെതിരെ പലപ്പോഴും നാൽക്കൂട്ടുവഴികളിൽ അമ്പരന്നു നാം നിന്നു. ചോദ്യോത്തരങ്ങൾ രണ്ടു ഭാഷയിലായി. അലക്കുമറന്നു നാം കാശിയിലെത്തിപ്പെട്ടോ. ആരെക്കുറിച്ചോ നാം പേശുന്നു മരച്ചോട്ടിലിരുന്നു. ആരാരോ ചൊറിയുന്നു നമ്മുടെ മൂക്കിന്നറ്റം. നമ്മൾ ഒറ്റകൾ കൂട്ടങ്ങളും. പടികളിറങ്ങി നാം മല തുരന്നു തീർത്ത കോവിലുകൾ തന്നറകളിൽ ഇടനാഴികളിൽ തണുത്തിരുട്ടത്തു തപ്പിത്തടഞ്ഞു. പുറത്തെ നട്ടുച്ച വെളിച്ചത്തിലേക്ക് പൊങ്ങുമ്പോൾ കാലുകൾ കഴയ്ക്കുന്നു, കണ്ണഞ്ചുന്നു. നാം അകാലങ്ങളിലേക്ക്, കാണാത്ത പഴം കാലത്തിലേക്ക്, കാണാത്ത വരും കാലത്തിലേക്ക് കൊതിച്ചും പേടിച്ചും അടിവയ്ക്കുന്നു. നമുക്കിറങ്ങാറായി ഭാണ്ഡങ്ങൾ മുറുക്കുക. കാവേരി ഒഴുകുന്നു പട്ടമേഞ്ഞ മൺകുടിലുകൾ, ഒഴിഞ്ഞ കടവുകൾ, ഒറ്റപ്പെട്ട മരങ്ങൾ ഓരത്തു പറ്റിച്ചേർന്നു കാവേരി ഒഴുകുന്നു. തിരുച്ചിയിൽ, തഞ്ചാവൂരിൽ, കുംഭകോണത്തിൽ രാജഗോപുരങ്ങളും ശിലാമണ്ഡലങ്ങളും സത്രങ്ങളും താണ്ടി ചോഴന്നു ശ്രുതിയായി കാവേരിയൊലിക്കുന്നു. ഊരുകൾക്കെല്ലാം 5 കൈകളാൽ മധുരാന്നം ചമയ്ക്കുന്നു കാവേരി ഒഴുകുന്നു. മറഞ്ഞ നൂറ്റാണ്ടിൻ്റെ മാറത്തിപ്പുഴവക്കത്ത് രാമതാരകമന്ത്രമുരുവിട്ട് ശ്രീത്യാഗരാജനസ്തമിക്കുന്നു. ഇത്തിരുവയ്യാറിൻ പൂഴിപ്പരപ്പിൽ, ഈ മരങ്ങളിൽ, ഈ മഞ്ഞിൽ, ഈ മൗനശ്രുതിയിൽ അതുറഞ്ഞു നിൽക്കുന്നു കാവേരി ഒഴുകുന്നു. രംഗശായി തൻ പാദത്താമരകളെ കാമ്പോജി കഴുകുന്നു. പഞ്ചരത്നങ്ങൾ വിളയിക്കുന്നു. വടപത്രശായി ശ്രീരംഗശായി ശ്രീരംഗശായി രമതാം മനോമേ. നാദ തനുമനിഷം നാദ തനുമനിഷം ഓം നാദ തനുമനിഷം ഓം നാദ തനുമനിഷം ശങ്കരം നാദ തനുമനിഷം ശങ്കരം നാദ തനുമനിഷം ശങ്കരം നാദ തനുമനിഷം.
1984 കാലത്ത് ഒരു പ്രധാനപ്പെട്ട യാത്ര ആറ്റൂരിൻ്റെ കവിതയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിയത് ഈ കാവേരിയുടെ ഓരം പിടിച്ച് നടക്കാൻ തുടങ്ങിയത് കൂടിയില്ല. പുഴയുടെ ഓരം പിടിച്ചിട്ടുള്ള യാത്രകൾ, ഇതിപ്പോൾ മലയുടെ ഓരം പിടിച്ചിട്ടുള്ള യാത്രകൾ, കടലിൻ്റെ അപ്പുറത്തേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നമുക്ക് സ്ഥലത്തിൽ ഏതൊക്കെ പ്രദേശത്തേക്ക് പോവാമോ. ബാലകൻ മറ്റേ തുഞ്ചനിൽ പുത്തഞ്ചൊല്ല് എന്നുള്ള ബാലകന്മാരെ നടക്കേണ്ടത് മണലാരണ്യകാണ്ഡത്തിലല്ലയോ, ഇനിയുള്ള കുട്ടികളുടെ നടത്തം അതുപോലെയാണ്. എനിക്ക് തോന്നുന്നു ആ യാത്ര കൊണ്ട് ഒന്ന് യാത്ര ചെയ്തു എന്ന് മാത്രമല്ല, വേറൊരു യാത്രയുടെ ഫലമായിട്ട് വേറൊരു ലാൻഡ്സ്കേപ്പിലെത്തി. അത് വലിയൊരു കൾച്ചർ. ആ ലാൻഡ്സ്കേപ്പ് കൂടി കാൽനടയായിട്ട് നടക്കുന്ന ഒരു കവി, കാൽനടയാ, പദങ്ങൾ വെച്ചിട്ടാ, ഓരോ പദങ്ങളും ശ്രദ്ധാപൂർവം വെച്ചിട്ട്, ആ ഒരു വലിയ സവിശേഷത ഈ കാൽനടക്കാരൻ്റെ ഒരു പെഡസ്ട്രിയൻ്റെ കവിത ആറ്റൂരിൻ്റെ കവിത വാസ്തവത്തിൽ. അത് നടത്തം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു വലിയ നടത്തമായിരുന്നു ഹിമാലയത്തിലേക്കുള്ള നടത്തം. ഹിമാലയത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ അപ്പോഴേക്ക് ക്ഷീണിച്ചിരിക്കുന്നു. ആറ്റൂരിന് ക്ഷീണമൊന്നുമില്ല, കേദാർനാഥ് അവിടുന്ന് തിരിച്ചു വരിക. അപ്പോൾ ഞാനൊരു കുതിരപ്പുറത്ത് കയറിയിട്ടാണ് വരുന്നത്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആറ്റൂരിനെ കുറിച്ചൊരു ഞാനൊരു ഫിലിം എടുക്കുകയാണെങ്കിൽ ഈ ദൃശ്യമാണ് ആറ്റൂരിനെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുക. അങ്ങനെ വളരെ സ്വച്ഛമായിട്ട് സാവകാശത്തിൽ ഓരോ അടി വെച്ച് വടിയുമായിട്ട് മെല്ലെ ഇറങ്ങി വരുന്ന ഒരാൾ. പക്ഷേ സിനിമയിലാണെങ്കിൽ ഞാൻ ചെയ്യാം മെല്ലെ കയറി വരുന്ന ഒരാൾ. ക്രമേണ ഒരു എത്തലാണ് ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾക്കൊക്കെയുള്ള ഒരു രീതി എന്ന് പറയുന്നത്. തുടക്കത്തിൽ വിചാരിക്കാത്തയിടത്തെത്തിയല്ലോ എന്ന അനുഭവം ഇല്ലാത്ത ഒരു കവിത പോലും ആറ്റൂരിലില്ല. നന്നേ പുലർച്ചയ്ക്ക് നമ്മൾ പുറപ്പെട്ടു, ഭീമൻ നടന്ന വഴിയെ, വ്യാസനും നമ്പിയാരും കടന്ന വഴിയെ, ചോരുന്നു സൗഗന്ധിക മണം, മൂടലിൽ നടതൂങ്ങുന്ന പോലെ നടപ്പാത കയറ്റം, പത്രാധിപർ നാരായണൻ ചൊല്ല് തിരിഞ്ഞു നോക്കാതെ നടക്കാം, ഫലിതമോ പേടിയോ ഏറെ നാളിൽ നടക്കാനൊരുക്കിയ കാല്, മഴക്കുപ്പായം ഊന്നുവടി മുതുകത്ത് പൊക്കണം, തീവണ്ടി അപ്പീശിലെ മേൽ നടപ്പാലത്തിലേക്കുള്ള കോണി ഒന്നിനു മേലൊന്ന് കുത്തനെ നിർത്തിയ മാതിരി മേലോട്ട് കയറൽ, കൂടെ അരികെ ഇരമ്പിക്കുതിച്ചിറങ്ങും മഴക്കാല പൂപ്പുഴ. ഒരു തിരിവിൽ പെട്ടെന്ന് സ്ഥലങ്ങളുണ്ടാകുന്നു, പേരുകളുണ്ടാകുന്നു, മുനി എഴുന്നള്ളുന്നു, അന്നം വരുന്നു, കലി വരുന്നു, മറഞ്ഞു നടക്കുന്നു, പെണ്ണു കാണുന്നു, വെള്ളവും തീയും കാറ്റുമൊഴിയും അനുഗ്രഹിക്കുന്നു, മിഴികളും മൊഴികളും ചൊടികളും കുടലുകളും ശിവശക്തി സംഭോഗമാകുന്നു. പെട്ടെന്ന് മറിയുന്നു കാലം, അരയുടുപ്പോടെ തെണ്ടുന്നവനാകുന്നു. എത്ര നടന്നാവും ഇരുന്നാവും ഉറങ്ങാതെ കിടന്നാവും, കിരീടവും തേപ്പും തിരശീലയും വേഷവും ആംഗ്യങ്ങളും കലാശങ്ങളും താളവും ഈണവും മംഗളമായത് നടപടി ഏകതാളത്തിലിറക്കം തുടങ്ങുന്നു. ഒരശാന്തമാണ് ഇതിൻ്റെ ഉള്ളൊരു രസം എന്നൊക്കെ തോന്നുന്നു. ശാന്തപ്പെടായ അശാന്ത സമുദ്രക്കരയിൽ എന്ന് പറയുന്ന പോലെ അത് ഉടനീളം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഉൾനാട്ടിൽ താമസിക്കുന്ന ആൾക്ക് ഈ ഒരു പ്രശ്നമാണത്. അതിനോട് അയാളറിയാതെ തന്നെ നല്ല കൂറുണ്ടാവും. അതേ സമയത്ത് അയാൾക്ക് പുറത്തു പോകാൻ പട്ടണത്തിൽ താമസിക്കുന്ന ആളേക്കാൾ അയാൾക്ക് ലോകത്തിലേക്ക് വലിയ ലോകത്തിലേക്ക് പോകാനുള്ള ഒരു കൊതിയുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ അവിടെ ഈ അധിക ആളുകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ നഗരത്തിൽ
ഒരു യക്ഷൻ, അതും ഒരു ആദ്യകാലത്തെ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ആറ്റൂർ പോലത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു, അവിടെ നിന്നൊരു ഒരു മദ്രാശി പോലുള്ള, എനിക്ക് മദ്രാശി കാലത്തായിരിക്കും അല്ലേ, അപ്പോഴാണ് ആ കവിത വരുന്നത്. ആ ഒരു ഇതിൽ അശാന്ത സമുദ്ര തീരത്ത് 2. പക്ഷേ ഈ കവിതയിൽ എത്തുന്ന സമയത്ത് ഇത് ഭൂഖണ്ഡങ്ങൾ തന്നെ വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു വ്യക്തി സാന്നിധ്യം ഈ കവിതയിൽ ഉണ്ടാവുന്നില്ല. പക്ഷെ ഒരു 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 സംസ്കാരത്തിന് സാന്നിധ്യമുണ്ട്. അവിടെയാണെങ്കിലും ഈ രാമായണത്തിൻ്റെ ഓർമ്മയും നമ്മളെ ഹനുമാരും ഒക്കെ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇത് ഈ വ്യക്തി എന്നതിൽ നിന്നും ഈ ഒരു സംസ്കാരത്തിലേക്കുള്ള മാറ്റം, ആ ഒരു പ്രക്രിയ മാഷിക്ക് യാത്രയുടെ ഉണ്ടായതാണോ? അല്ല, അത് നാടും പ്രകൃതിയും അതിനാണ്. അല്ലാണ്ട് അതാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞ് കിടന്നത്. അതെവിടെ പോയാലും ഉണ്ടാവും, അതെ, നമ്മളെ കൂടെ ഉണ്ടാവും. അതെ അതെ അതെ, അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ വ്യത്യാസം. ദേവദാരുക്കളെ പോലെ പൊക്കത്തിൽ ഫർ മരങ്ങൾ, കുട്ടികളെപ്പോലെ കൈവിരലുകൾ മലർത്തുന്ന മേപ്പിൾ, ഒരേ മരത്തിൽ നിന്ന് 1000 മരം പുറപ്പെടുന്ന പൈനുകൾ, ആശ്ചര്യചിഹ്നം പോലെ മുടികോതി കെട്ടിയ പോപ്ലാർ, ദീപസ്തംഭങ്ങൾ, സിതാറുകൾ, ഹിമപിണ്ഡങ്ങൾ കുടിച്ചു വളർന്ന കൊളംബിയ, കാസ്കേഡിൻ്റെ പൊക്കമുള്ള ചുമരിൽ നിന്ന് അളവുനാട പോലെ, കുതിരവാൽ പോലെ, വധുവിൻ്റെ ശിരോവസ്ത്രം പോലെ വെള്ളച്ചാട്ടങ്ങൾ. അശാന്ത സമുദ്രക്കരയിൽ ഭൂഗോളത്തിൻ്റെ മറുപുറത്ത് ഞാനിപ്പോൾ, ഭൂഗോളത്തിൻ്റെ മറുപുറത്ത് ഞാനിപ്പോൾ, ദിവസത്തിൻ്റെ മറുപുറത്ത് ഞാനിപ്പോൾ, കണ്ണുകൾ പഠിച്ചറിയുന്നു തടികളുടെയും തണ്ടുകളുടെയും ഇലകളുടെയും വ്യത്യാസം, തെരുവോരത്തു നിൽക്കുന്ന കൂട്ടപ്പൂക്കളുടെ പുഞ്ചിരി ആരെയും തന്നില്ലത്തിലാക്കുന്നു, കുറിയിട്ട വിരിഞ്ഞ പാതകൾ, വിരിച്ച നടവഴികൾ, ചില്ലിട്ട തെരുവുകൾ, മേൽപ്പാലങ്ങൾ, നീൾത്തുരങ്കങ്ങൾ, യാത്രയുടെ ഉന്മേഷം. മൂക്ക് വറവുമണം മറന്നു, തൊലി ഉച്ചച്ചൂടു മറന്നു, ഇരുട്ടാകാത്ത പകലും ഈറനുടങ്ങാത്ത തണുപ്പും എന്നോടിണങ്ങി. ബീറുമോന്താനും കടലാസു തുണികൾ കൊണ്ട് തോർത്താനും പുതപ്പുറയിലേക്കിറങ്ങാനും ശീലിച്ചു. പെരും ചന്തകളിലെ പൊതിഞ്ഞുവെച്ച തണുപ്പിച്ച കറികളോടും ചെപ്പുകുഴമ്പുകളോടും വട്ടവും നീളവും ചതുരവുമായ അടകളോടും അപ്പങ്ങളോടും തീന്മേശമേലെ തിളങ്ങുന്ന ആയുധങ്ങളോടും കൈയും നാവും കുടലും മൃഗശാല പോലെ വഴങ്ങി. പിന്നെ എകർന്ന മരങ്ങളിൽ പച്ചിലകൾ ചുകന്ന് പഴുത്ത് കൊഴിയുമ്പോൾ മാർഗം കൂടിയവനിൽ പഴയ ദൈവങ്ങൾ പോലെ, അണിഞ്ഞ കൊമ്പനിൽ അരണ്ട കാടുപോലെ, ആത്മഹത്യ ചെയ്തവൻ വിട്ടുപോയ ശബ്ദങ്ങൾ പോലെ, ചില നേരങ്ങളിൽ ചില വേലിയേറ്റങ്ങൾ. ആരണ്യകാന്ഡങ്ങൾ, അജ്ഞാതവാസങ്ങൾ, ആശ്രമവാടങ്ങൾ ഇല്ല. പോരിൽ മുടിഞ്ഞ വേടവംശത്തിൻ്റെ ശാപം. തണുത്ത ഏകാന്തമായ ഈ പർവ്വത മൗനത്തിൽ അശുദ്ധമാക്കപ്പെട്ട ദേവതകളുടെ കീറിയ മഞ്ഞാടകൾ കൊടുമുടികളിൽ, കൊതികളും സുഖങ്ങളും കിനാവുകളും അടുക്കിയ പെരും ചന്തകളുടെ നീളൻ ഇടനാഴികൾ കണ്ണടയ്ക്കുമ്പോൾ, കടൽ കണ്ട് പുറപ്പെട്ടയിടത്തേക്ക് ഒഴുക്കിനെതിരെ തിരിഞ്ഞു പോരുന്ന സാൽമൺ മത്സ്യം ഞാൻ.
പണ്ടത്തെ വെള്ളപ്പൊക്കം വറ്റിയ പുഴച്ചാലുകൾ പോലെ എൻ്റെ തലയോടിൽ ഇപ്പോഴും ചില വരികൾ. മുത്തശ്ശി മടിയിൽ പേരക്കുട്ടി തലവെച്ചു കിടക്കും പോലെ മഴപ്പാട്ടും കേട്ട് കനമില്ലാതയാൾ നിവർന്നു കിടക്കുന്നു. പണ്ടുകാലത്തേക്ക് മുടക്കത്തിനു ചെന്നതുപോലെ കോവിലിൻ മുന്നിൽ ഇടവഴി വക്കിൽ കുളിക്കടവിൽ ഇഷ്ടങ്ങളും പരാതികളും ഊറ്റങ്ങളും പിറുപിറുക്കുന്ന വായു ചൂഴും പോലെ കാളകളുടെ കാൽവെപ്പും കരിമ്പന തൻ നിൽപ്പും കരിങ്കൽ പാറ സഹിപ്പുമുള്ള അയൽപക്കത്തിനടുക്കെത്തിയ പോലെ ഇതു കാണാ കാറ്റു 100 ഞരമ്പു യാഴാക്കുന്നു. വിരുത്തുന്നു പീലി മൃഗശാലക്കൂട്ടിലെ മയിൽ. ഉയർത്തുന്നു തുമ്പി മരപ്പേട്ടയിൽ കൊമ്പൻ. തുള്ളുന്നു കവലയിൽ ചെറുപ്പക്കാരൻ ഭ്രാന്തൻ. കരിങ്കല്ലു രാജാവ് നിന്നു കൊള്ളുന്നു മഴ. കുന്നുയരങ്ങളിൽ നിന്നു താഴ്വരയിലേക്കിറങ്ങി രഹസ്യങ്ങളിൽ നിറഞ്ഞു ലിംഗങ്ങളെല്ലാം ഉണർന്നു കിടക്കുന്നു മലയാൺമയും പെൺമയും. പൂരത്തിന് മേലെ കാവിളകിടുന്നു താലപ്പൊലിയും കുത്തുവിളക്കും പന്തങ്ങളുമുള്ളെഴുന്നള്ളിപ്പ് പൊന്തിടമ്പും മുല്ലപ്പറയും പാതിര നേരത്തെഴുന്നള്ളിപ്പ്. പൂരത്തിന് മേലെ കാവിളകിടുന്നു താലപ്പൊലിയും കുത്തുവിളക്കും പന്തങ്ങളുമുള്ളെഴുന്നള്ളിപ്പ് പൊന്തിടമ്പും മുല്ലപ്പറയും പാതിര നേരത്തെഴുന്നള്ളിപ്പ്. ആറാട്ടിനിറങ്ങി വരുമ്പോൾ നീരറ്റുകിടപ്പോ കുന്നംകുളവും പാണ്യംകുളവും ഇളംകുളവും പൈങ്കുളവും നീരറ്റുകിടപ്പോ പഴിക്കടവ് പുളിക്കക്കടവ് വെങ്കടവാൺകടവും നീരറ്റുകിടപ്പോ ചേലക്കര തൃക്കാക്കര മുള്ളൂർക്കര മുത്രത്തിക്കര മീൻകരയും ഉമിനീരറ്റുകിടപ്പോ കിണറുകൾ ചെപ്പുകുടങ്ങൾ കുഞ്ഞിത്തൊണ്ടകൾ പൂരത്തിന് മേലെ കാവിൽ നിളകിടുന്നു താലപ്പൊലിയും
എനിക്കിപ്പോൾ തനിയെ സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കില്ല, കവിത എഴുതാനൊന്നും പറ്റാണ്ടിരിക്കും. അതാണ് ഈ ഇങ്ങനെ കവിതാ വിവർത്തനത്തിനുള്ള ഒരു പ്രേരണ. മലയാളത്തിൽ തന്നെ ഇപ്പോൾ രാമായണം തർജ്ജമയ്ക്ക് ഒരുപാട് ട്രഡീഷൻസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള രാമായണങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ കമ്പരാമായണം എന്ത് വ്യത്യാസം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചിരുന്നു അത് തിരഞ്ഞെടുക്കുമ്പോൾ? അതില്ല, ഞാൻ അങ്ങനെ മറ്റു രാമായണങ്ങളെ പറ്റിയിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ തമിഴ് സാഹിത്യം മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. അപ്പോൾ തമിഴ് സാഹിത്യത്തിൽ അതിനു മുമ്പുള്ള കൃതികളൊക്കെ ഏതാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ് ഫിക്ഷനും ഞാൻ തന്നെ കുറച്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ഈ പഴയ കാവ്യങ്ങളെക്കാൾ കുറച്ചുകൂടി ലളിത. അപ്പം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കമ്പരുടെ കാവ്യസിദ്ധികൾ മലയാളികൾക്ക് ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് പരിചയപ്പെടുത്തലാണ്, അതായത് പുതിയ രാമായണം പരിചയപ്പെടുത്തലല്ല ഞങ്ങളുടെ ഉദ്ദേശം. അതായത് തുടങ്ങി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികത എങ്ങനെയായിരുന്നു? ഇവിടെ വന്നിരുന്ന് രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യാണോ അതോ വെവ്വേറെ ചെയ്യാണോ? അങ്ങനെയല്ല, അങ്ങനെ സാധിക്കില്ല. കാരണം ഞങ്ങൾ ഒരാൾ മദ്രാസിലും ഒരാളോട് ഇങ്ങനെയൊക്കെയല്ലേ. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടായിട്ട് ചെയ്യുന്നത് ശരിയാവില്ല. അപ്പോൾ ഓരോ ഭാഗം ഓരോരുത്തർ ചെയ്യും, എന്നിട്ട് മറ്റേയാളെ കാണിക്കും. ഞാൻ ചെയ്തിട്ട് അയ്യപ്പത്തിനെ കാണിക്കും. അങ്ങനെ അപ്പോൾ അതിൽ എന്തെങ്കിലും ഭാഷയിലോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എന്നെ അത് കാണിച്ചു കൊടുത്തിട്ട് അത് തിരുത്തും. അങ്ങനെ ബാലകാണ്ഡം ചെയ്തു, ഞാൻ അയോധ്യകാണ്ഡം ചെയ്തു, ആറ്റൂരിൻ്റെ ആരണ്യകാണ്ഡം ചെയ്തു, ഞാൻ കിഷ്കിന്ധാകാണ്ഡം ചെയ്തു, ഞാനിപ്പോൾ സുന്ദരകാണ്ഡം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആറ്റൂർ ആരണ്യകാണ്ഡത്തെ പ്രവേശിക്കണം. അങ്ങനെയാണ്. ഇപ്പം ഞങ്ങൾക്ക് യുദ്ധകാണ്ഡം മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത ഏപ്രിലിൽ അവസാനിക്കും. ഈ കമ്പന മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഭാഷാരീതി
അതിനോടുള്ള സമീപനം എന്തായിരുന്നു? ഇപ്പം ഞാൻ കവിത എഴുതുമ്പോൾ, പുതിയ കവിത എഴുതുമ്പോൾ ഏത് ഭാഷയാണ് സ്വീകരിക്കുന്നത് ആ ഭാഷ തന്നെയാണ് ഈ വിവർത്തനത്തിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് അത് അതിൻ്റെ ആ പഴയ ലോകം സംസ്കാരം അതിന് ബാധിക്കാത്ത തരത്തിൽ. അപ്പോൾ ചിലയിടങ്ങളിൽ അങ്ങനെ സാധിക്കില്ല. അപ്പോൾ പഴമയുടെ രീതിയിൽ തന്നെ പോകേണ്ടി വരും. അങ്ങനെയാണ്. പുതുതാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല. തർജ്ജമയെ പറ്റിയിട്ട് പല ഒരു ധാരണയുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ തനി മലയാള കൃതി പോലെ വായിക്കണം. വിവർത്തനത്തിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. ഇത് വേറൊരു നാട്ടിലത്തെ കൃതിയാണ്, വേറെ സംസ്കാരമാണ്, വേറെ പ്രദേശങ്ങളാണ്, അതിൻ്റെ അറിവുണ്ടാവണം എന്നുള്ള, അല്ലാണ്ട് അത് അങ്ങനെയല്ല മലയാള കൃതിയാണെന്ന് തോന്നിക്കണം എന്നല്ല ഈ തർജ്ജമയെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു സിദ്ധാന്തം. നമ്മൾ സാറിന് ഓർമ്മയുണ്ടോ, നമ്മൾ ആദ്യം കണ്ടത് വന്നിട്ട് സുന്ദരരാമസ്വാമിയുടെ വീട്ടില് ജെ ചില കുറിപ്പുകൾ ട്രാൻസ്ലേഷന് വേണ്ടി ഇരിക്കുകയാണ്. എന്താ ജെ കുറിപ്പുകൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങി? ജെ കുറിപ്പുകൾ തുടങ്ങിയത് ഞാനിങ്ങനെ തമിഴ് പഠിച്ചുകൊണ്ടിരുന്നു. തമിഴ് പഠിച്ചുകൊണ്ടിരുന്നത് കീർത്തനങ്ങളിൽ നിന്നാണ്. അതായത് തെലുങ്ക് കീർത്തനാണ്, പക്ഷെ തെലുങ്ക് എനിക്ക് ഒട്ടും പറ്റില്ല. തമിഴില് ഇതിന്റെ ടെക്സ്റ്റ് ഉണ്ട്, ത്യാഗരാജന്റെ ഒക്കെ. അതിന് വേണ്ടിയിട്ടാണ് തമിഴ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാനിവിടെ തഞ്ചാവൂരൊക്കെ എല്ലാവരും പോകും. അപ്പോൾ അന്ന് എൻ്റെ പാഠപുസ്തകം എന്ന് വെച്ചാൽ ഈ ഇവരൊക്കെ വായിക്കുന്നുണ്ടല്ലോ, റിക്ഷ വണ്ടിക്കാരൊക്കെ, ദിനത്തന്തിയാണ് എൻ്റെ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഗോവിന്ദൻ ഇത് കണ്ടപ്പോൾ പറഞ്ഞു, തമിഴിലൊക്കെ നല്ല പുസ്തകങ്ങൾ വരുന്നുണ്ട് എന്നോട്. അങ്ങനെ ആണ് ഈ സുന്ദരരാമസ്വാമിയുടെ പുസ്തകത്തിനെ പറ്റി ഗോവിന്ദൻ പറഞ്ഞതാ. എന്നിട്ട് ഗോവിന്ദൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കോപ്പി കൊണ്ടുവന്നത്. അങ്ങനെയാണത്. അതിലേക്ക് നോക്കുമ്പോൾ അത് വളരെ മലയാളത്തിനേക്കാളും പുതുമയുള്ള ഭാഷയൊക്കെ ആയിട്ട് അത് തമിഴിലേക്ക് കടന്നു കിട്ടാൻ എനിക്ക് നല്ല ஒரு வாதிலாയിരുന്നു. முதல்ல என்னோட சில கவிதைகள் வந்து நீங்க டிரான்ஸ்லேட் பண்ணீங்க, பண்ணிட்டு ஒரு அந்தாலஜி போட்டீங்க மலையாளத்தில், சில சின்ன நிறைய போய்ட்ஸோடது. அப்போ அது எனக்கு ஒரு நீங்கள் எனக்கு ஃபோன் பண்ணிவிட்டு அதை அனுப்பி வச்சிங்க. அப்போ எனக்கு ரொம்ப சந்தோஷமாக இருந்தது. ஏன்னா நீங்கள் வந்து என்னுடைய கவிதைகளை செலக்ட் பண்ணி பண்ணது, டிரான்ஸ்லேட் பண்ணுறதுங்கிறது ரொம்ப முக்கியமான விஷயம். சுந்தரராமசாமி உங்களை பற்றி சொல்லிகிட்டே இருப்பார். அவர் ரொம்ப முக்கியமான ஒரு டிரான்ஸ்லேட்டர், ரைட்டர் இந்த முறையில். அவர் திடீர்னு வந்து என்னோடய நாவல் வந்ததுக்கப்புறம் கண்ணன் ஒரு நாள் சொன்னார் வந்து மலையாளத்தில் போடலாம் அப்படின்னு சொல்லி. அப்போது அது அவர் சொன்னது நீங்கள் தான் பண்ண போகிறீங்க அப்படின்னு சொல்லி எனக்கு ரொம்ப சந்தோஷமாயிருச்சு. வந்து ஏன்னா டிரான்ஸ்லேட்டர் சரியில்லைன்னா அந்த நாவல் வந்து டிரான்ஸ்லேஷன் பண்ணுறது அது எப்படி அந்த மாதிரி ரொம்ப பாப்புலர் இங்கே. not only translating you but in any writing I repeat it, revise it, to make it as perfect as possible. What is the reaction ഇപ്പോൾ ഈ ശ്രീലങ്കൻ റൈറ്റേഴ്സ് ചേരൻ അല്ലേ? ஆமாம், சேரன் அவர் எப்போவுமே பெரிய ஆள். அவருடைய ரைட்டிங்ஸ் பெரிய அளவுக்கு முக்கியமான ஒரு ரைட்டிங்ஸ் தானே. இப்போ வந்து அவர் கனடாவில் இருக்கார், ஸ்ரீலங்காவில் இல்லை. அவர் ரொம்ப நாள் அது போய் சேரன் போய். நீங்கள் சொல்லிக் கொண்டிருப்பதை நான் கேட்கிறேன். சொல்ல இருப்பவை எனக்குள்ளே எதிரொலிக்கின்றன. நமக்கு ஒரே உயிர்கள், மெய்கள், ஒரே மௌனம். ஊர் முற்றங்களில் பொங்கல் விழாக்களில் கோலமிடுவதற்காக நமது வீரர்கள் ஒன்றாக மடங்கி நிற்கின்றனர். ഒരേ കടലിന്റെ ഇരുവക്കിലും നാം ബലിയിട്ടു മുണ്ടനം ചെയ്തു. നാം കാണുന്നത് ഒരേ ആഴം. ஒரே கடலின் இரண்டு விளிம்புகளிலும் நாம் பலியிட்டோம், மழித்துக் கொண்டோம். நாம் காண்பது ஒரே ஆழம். ഇക്കര ഒരു ഊര്, ഒരു മുത്തശ്ശി, ഒരു ദൈവം നിങ്ങളെ കാത്തിരിക്കും. இக்கரையில் ஒரு ஊர், ஒரு பாட்டி, ஒரு கடவுள் உங்களுக்காக காத்திருக்கிறார்கள். നിങ്ങളുടെ പേരുകൾ എനിക്ക് സുപരിചിതം. உங்கள் பெயர்கள் எனக்கு அறிமுகமானவை. സ്ഥലങ്ങൾ സുപരിചിതം. இடங்கள் அறிமுகமானவை.
റീഗൽ സിനിമ, வீரசிங்கம் வாசகசாலை, ബസ് സ്റ്റാൻഡ് எல்லாம் இறந்து கண்டறிய சாட்சிகள். പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ നീ നടന്നു പോകുമ്പോൾ பாதையில் ஒரு குழிவு ரத்தமாக மாறுகிறது. ഒരു കുടന്ന ചോര என்னிடம் பதறுகிறது, എന്നോട് അട്ടഹസിക്കുന്നു. என்னை பிடிக்க வைக்கிறது. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. പറയാതിരിക്കുന്നത് എന്നിൽ മാറ്റൊലിക്കുന്നുണ്ട്. നമുക്ക് ഒരേ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, ഒരേ മൗനം. ഊരുമുറ്റങ്ങളിൽ പൊങ്ങൽ വിഴകളിൽ കോലമിടുവാൻ നമ്മുടെ വിരലുകൾ ഒപ്പം മടങ്ങി നിവരുന്നു. ഒരേ കടലിൻ്റെ ഇരുവക്കിലും നാം ബലിയിട്ടു, മുണ്ടനം ചെയ്തു. നാം കാണുന്നത് ഒരേ ആഴം. ഇക്കരെ ഒരു ഊര്, ഒരു മുത്തശ്ശി, ഒരു ദൈവം നിങ്ങളെ കാത്തിരിക്കും. നിങ്ങളുടെ പേരുകൾ എനിക്ക് സുപരിചിതം, സ്ഥലങ്ങൾ സുപരിചിതം. റീഗൽ സിനിമ, വീരസിംഹം ഗ്രന്ഥശാല, ബസ് സ്റ്റാൻഡ് എല്ലാം എൻ്റെ കാണാത്ത കാഴ്ചകൾ. പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ നീ നടന്നു പോകുമ്പോൾ പാതയിൽ ഒരു കുടന്ന ചോരയായി മാറും. ഒരു കുടന്ന ചോര കൈപ്പടം പോലെ പരന്ന് എന്നോട് ആവലാതിപ്പെടുന്നു, എന്നോട് അട്ടഹസിക്കുന്നു, എന്നെ പിടിക്കാൻ വരുന്നു. കടലിലേക്ക് ഇറങ്ങി കരയിലേക്ക് കയറി എൻ്റെ പിന്നാലെ വരുന്നു. അതിനോട് ഞാൻ പറയുന്നു, ഇരക്കുന്നു, കെഞ്ചുന്നു. ഞാൻ കാഞ്ചിയോ ഉണ്ടയോ അല്ല, വാനരനോ വാൽമീകിയോ അല്ല. മുഴുകഷണ്ടിയായ, മുൻപല്ലുകൾ പോയ, അരമുണ്ടു മാത്രമുടുത്ത, പിടിത്തുളപ്പെട്ട ഒരു ചോദ്യചിഹ്നം മാത്രം. இது 1989 ஆண்டு வந்து எழுதப்பட்டது. இந்த சம்பவங்கள், இந்த கொடும் வினைகள் எல்லாம் வந்து தமிழர்களை பாதித்த போது ஒரு மலையாளி என்னவாக உணர்ந்தார்? ஒரு மலையாளியாக மட்டுமல்ல, ஒரு இந்தியனாகவும் என்னவாக உணர்ந்தான் அப்படிங்கிற சின்ன அடையாளம் வந்து அதுல இருக்கு. 1999 ஆண்டு ஊழி என்ற ஒரு கவிதையை நான் எழுதினேன். 2009 மே மாதம் எங்களுக்கு நடந்த மிக பயங்கரமான அந்த இனப்படுகொலையை பற்றிய ஒரு எதிர்ப்பு கூறலாக அது அமைந்திருக்கும் என்று நான் கனவிலும் எண்ணி இருக்கவில்லை. அதனுடைய எதிரொலிதான் எனக்கு இந்த ஆற்றலுடைய மறுபடி கவிதையை வாசிக்கிற பொழுது வருகிறது. அந்த கவிதை முடிகிற இடத்துல வந்து மொத்த இந்தியாவுக்கும் அடையாளமாக சொல்லப்படுகிற ஒரு படிமத்தை வந்து அந்த கவிதைக்குள்ள வந்து வைக்கிறார். காந்தி என்கிற ஒரு படிமத்தை. நான் வந்து வெறும் துப்பாக்கி விசையோ துப்பாக்கி குண்டோ அல்ல, அரையாடை கட்டிய வந்து ஒரு கேள்விக்குறி அப்படிங்கிற இடத்துல. இந்த இடத்துல தான் வந்து தமிழர்களோடு மலையாளிகள் வந்து தங்களை ഐക്യപ്പെടുത്തിக் കൊള്ളുകിற ഒരു കുരളை வந்து பார்க்க முடிகிறது. ഈ ആറ്റൂർ മാഷിന്റെ കവിതയിൽ നമ്മുടെ സഹാനുഭൂതി പോവാത്തൊരു സ്ഥലത്ത് നിന്ന് അവിടെ ഉണ്ടായിരുന്ന ചോര, അതായത് നമ്മുടെ ഒരു എന്താ പറയാ വേദന നമ്മളിലേക്ക് തിരികെ ഓടി വരികയാണ്. നമ്മൾ പോവാത്ത വഴികളിലൂടെ അത് തിരിച്ച് നമ്മളിലേക്ക് വന്നിട്ട് നമ്മൾ എന്തൊക്കെയോ ഓർമ്മപ്പെടുത്തുക. You see, in the early 80s, we were writing poetry about the Vietnam War, and then we were trying to salute the revolution in China, and then Mao's Long March, and then Bolshevik Revolution, without even knowing the smell of blood, because we only had a kind of romantic idea of all this kind of revolution, and we were also empathetic to the whole plight of there, right? But we did not really grasp the essence and the true feeling and meaning and the nuanced understanding of this one, right? ஆற்றலுடைய இந்த கவிதைக்குள்ளால் ஆத்ம ரீதியாக எழுந்து வருகின்ற அந்த உணர்வு ஒருமைப்பாடு,
உணர்வு தோழமை என்னை பிரமிக்க வைக்கிறது, என்னுடைய மனதை குலைக்கிறது, என்னுடைய சிந்தனையை மிக தீவிரமாக இது பாதித்திருக்கிறது. എഴുപതുകളിലാണ് ഒരു 60കളുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ സ്വരം, ഒരു വിക്ഷോഭത്തിൻ്റെ സ്വരം കവിതയിൽ വരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടൊരു കാലത്തെ കവിതയുടെ, എന്നാൽ അന്ന് ധാരാളത്തരം കവിതകൾ വരുന്നത് അന്ന് വ്യത്യസ്തമായ ആറ്റൂരിൻ്റെ കവിതകൾ മാറുകയും ചെയ്തു. മലയാളത്തിൻ്റെ ഒരു കാവ്യ പാരമ്പര്യത്തോടൊപ്പം നിൽക്കുന്ന, മലയാളത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് വരികയും അതേസമയം അതിന് പുതുക്കുകയും ചെയ്യുന്ന ഒരു കാവ്യഭാഷയുടെ സാന്നിധ്യമാണ് എന്നെ ആറ്റൂരിലേക്ക് അടുപ്പിച്ചിട്ടുള്ള ഒരു സംഗതി. കവിത വായിക്കുമ്പോൾ എപ്പോഴും നടക്കുന്ന ഒരു ആറ്റൂരിനെയാണ് അനുഭവപ്പെടുത്തി തരുന്നത്. താൻ നടക്കുന്ന പരിസരങ്ങളിൽ സശ്രദ്ധം ചെവി കൂർപ്പിച്ച് അവിടെ നിന്ന് വാക്കുകൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു കവി. ഈ തരത്തിലാണ് പുതിയ തലമുറയെ ആറ്റൂർ പ്രചോദിപ്പിക്കുന്നത്. എൻ്റെ അമ്മ കറുത്തിട്ടാണെന്ന് പറയുമ്പോൾ അത് വായിക്കുന്ന, ആ കാലത്ത് വായിച്ച ഒരാളെന്ന നിലയിൽ അത് ഒരു പുതിയൊരു സംഭവമായിരുന്നു. കാരണം കേരളത്തിൻ്റെ ഒരു മാറ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും വ്യത്യസ്തകളില്ലാത്തവരാണ്, തുല്യരാണ് എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാക്കിയ ഒന്നാണ്. യുവ കവികളെ അവതരിപ്പിക്കുന്നതിലും അവരെ ക്രോഡീകരിച്ച് പുസ്തകമാക്കി മാറ്റുന്നതിലുമൊക്കെ ഒരുപക്ഷെ മലയാള കവിതകളെ ചില ധാരകളിൽപ്പെട്ട കവികളെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയെങ്കിൽ തന്നെയും മിക്കവാറും കവികളെ ഉൾപ്പെടുത്തി വലിയൊരു പുതുമൊഴി വഴികൾ പോലുള്ള ഒരു സമാഹാരമൊക്കെ കേരളത്തിന് സമ്മാനിച്ച് മലയാളത്തിലെ തനിക്ക് ശേഷം വന്ന കവികളെ വായനക്കാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ നല്ലൊരു പങ്കുവഹിച്ച കവി കൂടിയാണ് ശ്രീ ആറ്റൂർ രവിവർമ്മ. ഞാൻ ആറ്റൂരിനെ വായിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ ഒരു ഭാഷ ആറ്റൂർ കവിതയിൽ തിരയുമ്പോൾ വളരെ നിരാശയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ ആ ഒരു വായന കൊണ്ട് ആറ്റൂർ എൻ്റെ കവിയല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. രവിവർമ്മയുടെ കവിതകൾ ആ കവിതയുടെ ഒരു ഹൈറ്റിന് താഴെ നിന്നുകൊണ്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, അത് അർഹിക്കുന്ന വിലയിരുത്തൽ വന്നില്ല എന്നുള്ളൊരു സാധാരണ പറച്ചിലല്ല ഞാൻ പറയുന്നത്. ആ കവിതകളെ കണ്ടെത്തുന്നതിൽ വിമർശകർ പരാജയപ്പെട്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും കൂടുതൽ ഇഷ്ടം തോന്നുന്ന കവിതകൾ വാസ്തവത്തിൽ തീക്ഷ്ണം എന്നൊക്കെ പറയുന്ന കവിതകൾ തന്നെയാണ്. ഇപ്പോൾ സംക്രമണം പോലെ, അല്ലെങ്കിൽ ഓട്ടോവിൻ പാട്ട് പോലുള്ള കവിതകൾ. പഴയൊരില്ലം പൊളിച്ചു വിറ്റു, പുതിയൊരു ഓട്ടോറിക്ഷ വാങ്ങി പുളിമനക്കൽ കുഞ്ഞിക്കുട്ടൻ. ഓട്ടോവിനിട്ട പേര് KLD 104. ഗണപതി എന്നൊരു കിളിപ്പേരും വണ്ടിക്ക്. പഴയൊരില്ലം പൊളിച്ചു വിറ്റു, പുതിയൊരു ഓട്ടോറിക്ഷ വാങ്ങി പുളിമനക്കൽ കുഞ്ഞിക്കുട്ടൻ. വലത്തോട്ട് വളയുമ്പോൾ ഇടത്തോട്ട് ചാഞ്ഞിരുന്നു, ഇടത്തോട്ട് വളയുമ്പോൾ വലത്തോട്ട് ചാഞ്ഞിരുന്നു, കേറ്റത്തിൽ കൂഞ്ഞിരുന്നു, ഇറക്കത്തിൽ നീർന്നിരുന്നു, പുതിയൊരു ഓട്ടോ വണ്ടിയോട്ടി പുളിമനക്കൽ കുഞ്ഞിക്കുട്ടൻ. ആനയെ തെച്ചു കഴുകാനിറക്കിയിരിപ്പതു നോക്കി, കൊമ്പു നോക്കി, തുമ്പി നോക്കി, വാലും നഖവും വലിയ കഴുത്തും ചകിരിമുറിയിൽ തെളിയും കറുപ്പും ചരിഞ്ഞുകിടപ്പും നോക്കി തൊട്ടുവക്കത്തിരുന്നു ചെക്കൻ. മുന്നിൽ കരിമ്പാറകൾക്കിടയിൽ ഒളിച്ചു കളിച്ചു വെള്ളം. ചെക്കൻ്റെ കണ്ണിൽ ഇരുട്ടിമിഴിക്കുന്നത് അത്ഭുതം, പേടി, ചന്തം. കാട്ടുവഴിയിൽ അതു നടക്കുന്നതും ചെവിയാട്ടി നിൽക്കുന്നതും ഇറങ്ങുന്നതും കയറുന്നതും ചുടുപിണ്ടമിടുന്നതും ദീവെട്ടിതൻ കാന്തിയിൽ വെള്ളിയും പൊന്നുമണിഞ്ഞെഴുന്നള്ളുന്നതുമൊർക്കയാൽ പെട്ടെന്നെണീറ്റിടച്ചങ്ങലയും വിലങ്ങുമില്ലാത്ത കറുത്തു തടിച്ചൊരജന്തു ആഞ്ഞു മുന്നോട്ടു കുനിയുന്നു. ചുകന്നൊലിക്കും ഇരുകൊമ്പുയർത്തി ചൂരുപിടിച്ചു നിൽക്കുന്നു, വിളിച്ചറിയിക്കുന്നു തൻ കൊല.
ഓടിയ ചെക്കൻ പനിച്ചു കിടന്നു, പിച്ചും പേയും പറഞ്ഞു. പിന്നെ കുളിച്ചെഴുന്നേറ്റു, മിടുക്കനായി പഠിച്ചു, വലുതായി. തൻ മരം പട്ട് കൂടുകൾ മാറി, നാടുകൾ മാറി പറന്നുപോയി. അയാൾ കട പൂട്ടി തുടങ്ങിയിരുന്നു. പഴയ കടയാണ്. നിരപ്പലകകൾ ഇടുകയാണ്. ഇന്ന് കാര്യമായി കച്ചവടമൊന്നും നടന്നില്ല. വലിയ കച്ചവടങ്ങൾ അടുത്തു തന്നെ തുറന്നിരിക്കുന്നു. പുത്തൻ പണ്ടങ്ങൾ, കേമമായ പൊതി, സൗജന്യങ്ങൾ, പരസ്യങ്ങൾ ഒരു ശീലം മാത്രമായി തൻ്റെ കടതുറപ്പ്. കള്ളമോ പൊളിവചനമോ എള്ളോളം മാത്രം. ഇനി ആരും വരില്ല എന്ന് പലകകളിടാൻ തുടങ്ങുമ്പോൾ ഇതാ വരുന്നു ഒരു കോള്. ഒട്ടും പ്രതീക്ഷിക്കാതെ വേഗം പീഡികപ്പലകകൾ ഉയർത്തി മാറ്റി അകവിളക്കിട്ടു. ത്രാസെടുത്തു. അയാൾ അളന്നു, തൂക്കി, പൊതിഞ്ഞു. അതാ പിന്നെയും ഒരാൾ. അയാൾ പിന്നെയും ഇരുന്നു.